Hi guys, welcome back to FZL Math. പൊതുവെ മാത്സ് എന്ന് പറയുമ്പോഴേക്കും പലർക്കും പേടിയാണ്, ചിലർക്ക് വെറുപ്പുമാണ്, എന്നാൽ ചിലർക്കുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. ഇതിനിടയിൽ മീഡിയമായിട്ട് കളിക്കുന്ന ആരും ഉണ്ടാവില്ല. കാരണം മാത്സിന്റെ പ്രത്യേകതയാണ്, വെറുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു എക്സ്ട്രീം ലെവൽ വെറുക്കും ചെയ്യും, എന്നാൽ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം ലെവലിൽ അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. സോ നമ്മൾ 10th കഴിഞ്ഞിരിക്കുന്ന പ്രിയ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ മാത്സ് ഇതുവരെ നിങ്ങൾ പഠിച്ചിരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ഇനി മുതൽ അങ്ങോട്ട് വളരെ എളുപ്പത്തിൽ മാത്സ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നിങ്ങളുടെ കൂട്ടത്തിൽ പലരും പല രീതിയിലായിരിക്കും ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവുക. സയൻസ് മാത്സ് ഉള്ള കാരണം കൊണ്ട് കൊമേഴ്സ് എടുക്കാം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാം എന്ന് വിചാരിച്ചവരുണ്ടാവും, മാത്സ് വെറുപ്പുള്ള ചിലർ. എന്നാൽ അതേസമയം മാത്സ് ഉള്ള കാരണം കൊണ്ട് സയൻസിലേക്ക് പോകണം, അല്ലെങ്കിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എനിക്ക് വേണ്ട, മാത്സ് സയൻസ് മാത്രം മതി, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. എന്നാൽ മാത്സ് നിങ്ങൾക്കത് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഈ വീഡിയോ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സിമ്പിളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് വേണ്ടി തയ്യാറാക്കിയ ക്ലാസ്സാണിത്. ഈ +1 ആദ്യത്തെ ചാപ്റ്റർ സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഈ ഒരു ഭാഗത്ത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ആ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ്, വാട്ട് ഈസ് എ സെറ്റ്. ദെൻ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്. 2 ഫോമാണുള്ളത്. ഫസ്റ്റ് വൺ റോസ്റ്റർ ഫോം ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സെറ്റ് ബിൽഡർ ഫോം. അത് ഏതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ശേഷം ടൈപ്സ് ഓഫ് സെറ്റ്സ്, ദെൻ അത് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് എ സെറ്റ്? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ഒബ്ജക്ട്സ്. അതായത് ഇറ്റ്സ് എ കളക്ഷൻ, ഒരുപാട് ആൾക്കാരുടെ കളക്ഷനാണ്. എങ്ങനെയുള്ളതായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അതിനകത്ത് ഒരാളെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അത് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. കൂടാതെ അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. വെൽ ഡിഫൈൻഡ് എന്ന് വെച്ചാൽ അതിനകത്ത് ആരൊക്കെ ഉണ്ട്, ആരൊക്കെ അതിനകത്ത് ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടായിരിക്കണം, ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ കൗണ്ടിങ് നമ്പേഴ്സ്. എന്താ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ എണ്ണാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്. എങ്ങനെയാണ് നമ്മൾ സാധാരണ എണ്ണൽ? 1 2 3 4 5 6 അങ്ങനെയാണ് കൗണ്ട് ചെയ്യൽ. ദ സെറ്റ് ഓഫ് ഓൾ കൗണ്ടിങ് നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അതായത് നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് വിച്ച് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ 5 5 താഴെയോ ഉള്ള കൗണ്ടിങ് നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ് എന്നോ അതിനെ പറയും. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സാണ് മോസ്റ്റ് യൂസ് ചെയ്യുന്ന ടേം. സോ ഞാനത് റെപ്രസെൻറ്റ് എങ്ങനെ വെച്ചാൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇതാണ് കൗണ്ടിങ് നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ലെസ് ദാൻ എന്ന് മാത്രമാണ് പറഞ്ഞതെങ്കിൽ പിന്നെ ആരുണ്ടാവില്ല, 5 ഉണ്ടാവില്ല. ബിക്കോസ് ലെസ് ദാൻ എന്ന് വെച്ചാൽ എന്താ, 5നേക്കാൾ ചെറുത് എന്ന് പറയുമ്പോൾ പിന്നെ 5 യൂസ് ചെയ്യാൻ പറ്റില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുമ്പോഴോ 5 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ കളക്ഷൻ നമുക്ക് ഇതിനുള്ളിൽ ചാടി പോകാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കേളി ബ്രാക്കറ്റ് ഇട്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരെ കോമ ഇട്ട് ഇങ്ങനെ എഴുതി കൊടുക്കും. അതിന് ഈ കാണുന്ന ഉള്ളിലുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? എലമെൻറ്റ്സ്, അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്നും പറയാം. ഓക്കെ, എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് ഒരു സെറ്റാണ്. ഈ സെറ്റിനെ നമ്മൾ സാധാരണ ക്യാപിറ്റൽ ലെറ്റർ വെച്ചുകൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ ലെറ്റർ എ തന്നെ ആവണമെന്നില്ല. ക്യാപിറ്റൽ ബി ഇട്ടിട്ട് ഞാൻ സെപ്പറേറ്റ് വേറെ സെറ്റ് ഞാൻ എഴുതുന്നു. അതിനകത്ത് ഞാൻ പി എഴുതി, ക്യൂ എഴുതി, ആർ എന്ന് എഴുതി. അവിടെ നമ്പേഴ്സാണ്, ഇവിടെ എന്താണ്? ആൽഫബറ്റ്സ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനകത്ത് എഴുതുന്ന മെമ്പേഴ്സ് ഭൂരിഭാഗവും കേസിലും സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ടേം അത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഓക്കെ, സോ സെറ്റ് ബിക്കകത്ത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് പി, ദർ ഈസ് ക്യൂ, ദർ ഈസ് ആർ. എസ് അതിനകത്തുണ്ടോ? ഇല്ല. പിന്നെ ടി അതിനകത്തുണ്ടോ? ഇല്ല. ഇതിനകത്ത് 5 6 ഉണ്ടോ? ഇല്ല. ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. നമുക്ക് സ്പെസിഫിക് ആയിട്ട് അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ട്. അപ്പോൾ സെറ്റിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ സെറ്റ് അല്ലാത്തതിന് നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അത് സെറ്റാണോ അല്ലയോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ദ കളക്ഷൻ G ഈക്വൽ ടു
കളക്ഷനാണ്. സെറ്റായിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്. അതിനകത്ത് ഞാൻ എഴുതി കൊടുക്കേണ്ടത് സപ്പോസ് ദ മോസ്റ്റ് ഹാൻസം സ്റ്റുഡൻസ് ഓഫ് യുവർ ക്ലാസ്. നിങ്ങളെ ക്ലാസ്സിലുള്ള നല്ല ഭംഗിയുള്ള കുട്ടികൾ, ഹാൻസം ബോയ്സ് എന്നാണ്, ആ ഭംഗിയുള്ള ആൺകുട്ടികൾ എടുക്കാം. ഇനി പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ബ്യൂട്ടിഫുൾ ഗേൾസ് ഇൻ യുവർ ക്ലാസ്. അപ്പോൾ ഞാൻ അതിനകത്ത് എഴുതുമ്പോൾ നമ്മൾ ബി പാത്തുമ്മ നല്ല ചൊറുക്കായിട്ട് എനിക്ക് തോന്നുകയാണ്, പക്ഷെ വേറെ ചിലർക്ക് ചിലപ്പോൾ നല്ല ചൊറുക്കുണ്ടാവണമെന്നില്ല. ഓക്കെ, ഇനി അവിടെ മുഹമ്മദ് ഉണ്ട്, മുഹമ്മദിന് നല്ല ഭംഗിയാണെന്ന് എനിക്ക് തോന്നുകയാണ്, പക്ഷെ വേറെ കുട്ടിക്ക് അങ്ങനെ തോന്നണമെന്നില്ല. അപ്പോൾ ഞാൻ ലിസ്റ്റിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദിൻ്റെ പേര് എഴുതും. ഓക്കെ, ഏത് മോസ്റ്റ് ഹാൻസം ബോയ്സ് എന്ന് എടുക്കുന്ന സമയത്ത് മുഹമ്മദിൻ്റെ പേര് ഞാൻ എഴുതി കൊടുക്കും. എന്നാൽ വേറൊരാൾ ആ സ്ഥാനത്ത് എഴുതി കൊടുക്കുമോ? എഴുതണമെന്നില്ല. കാരണം ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ സംഗതി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെ വരും, ആരൊക്കെ അതിനകത്ത് വരില്ല എന്ന് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കാവുന്ന, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന അല്ലെങ്കിൽ വരാത്ത ആൾക്കാർ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. അത് വെൽ ഡിഫൈൻഡ് കളക്ഷൻ അല്ല. സോ വെൽ ഡിഫൈൻഡ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് വരിക, എന്തൊക്കെ വരില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് ധാരണ കിട്ടണം. സോ അത്തരം സെറ്റുകളെ, അത്തരം കളക്ഷനെ വിളിക്കുന്ന പേരാണ് സെറ്റ്. ക്ലിയർ? ഒരു സെറ്റ് എന്താണെന്ന് പറഞ്ഞോ. അപ്പൊ ആ സെറ്റിനകത്തുള്ള ഈ ആൾക്കാരെ നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു പറഞ്ഞാൽ എലമെന്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു സെറ്റിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 1 എന്ന് പറയുന്ന ആ ഒരു നമ്പർ അതൊരു എലമെന്റ് ആണ്. ഏത് സെറ്റിലെ എലമെന്റ് ആണ്? എ എന്ന സെറ്റിലെ എലമെന്റ് ആണ്. നമുക്ക് പറയാം 1 ഈസ് അൻ എലമെന്റ് ഓഫ് എ. അപ്പൊ അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പൽ ആണ് ദിസ് വൺ. എപ്സിലോൺ എന്നാണ്. ഇതൊരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ്, പക്ഷെ നമ്മൾ വായിക്കല് 1 ബിലോങ്സ് ടു എ എന്നാണ്. എന്താ വായിക്കാം? 1 ബിലോങ്സ് ടു എ. അപ്പൊ 1 ബിലോങ്സ് ടു എ എന്ന് നമുക്ക് വായിക്കാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ വായിക്കാൻ പറ്റും, 1 ഈസ് ആൻ എലമെന്റ് ഓഫ് എ. 1 ഈസ് ആൻ എലമെന്റ് ഓഫ് എ എന്ന് നമുക്ക് വായിക്കാം. അപ്പൊ പറയുന്നത് ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 എക്ക് അകത്തുണ്ട്. അപ്പൊ 2 എന്റെ ഉള്ളിലുണ്ടോ നോക്കുക. 2 ബിലോങ്സ് ടു എ ആണോ? യെസ്, 2 ബിലോങ്സ് ടു എ. 2 എന്റെ ഉള്ളിലുണ്ട്. സോ 3 ബിലോങ്സ് ടു എ ആണ്. 4 ബിലോങ്സ് ടു എ ആണ്. 5 ബിലോങ്സ് ടു എ ആണ്. 6 ബിലോങ്സ് ടു എ ആണോ? 6 എന്റെ ഉള്ളിലുണ്ടോ? ഇല്ല. അപ്പൊ ഇല്ല എങ്കിൽ നമ്മൾ ആ ബിലോങ്സ് ടു ഇട്ടതിന് ശേഷം ഒരു കട്ടും കൂടെ കൊടുക്കുക. അപ്പൊ ഇതിന്റെ അർത്ഥം വായിക്കുന്നതാണ് 6 ഡസ് നോട്ട് ബിലോങ്സ് ടു എ. 6 എന്റെ ഉള്ളിൽ ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. സോ നമുക്ക് റീഡ് ചെയ്യാം, ഡസ് നോട്ട്, ഡസന്റ് ബിലോങ്സ് ടു. Okay, അപ്പൊ 6 does not belongs to A, 7 does not belongs to A, half 1/2 doesn't belongs to A. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്ന് നമുക്ക് ഈ ഒരു സിമ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്ത് എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് റീഡ് ആസ് belongs to അല്ലെങ്കിൽ is an element of. സോ 1 is an element of A എന്ന് വായിക്കാം, അല്ലെങ്കിൽ 1 belongs to A എന്ന് വായിക്കാം. രണ്ടിന്റെ അർത്ഥം എന്താണ്? 1 A ന്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ക്ലിയർ? അപ്പൊ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സെറ്റുകളാണ് ഈ എഴുതി കാണിച്ചിരിക്കുന്നത്. അത് റെപ്രസെന്റ് ചെയ്ത് ക്യാപിറ്റൽ N ആണ്. സാധാരണ എന്നും ഈ എന്നും തമ്മിൽ വ്യത്യാസം കാണിക്കുക വെച്ചാല്, സാധാരണ എൻ ഇങ്ങനെ ഇടുക. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ എന്നിന് ഈ കാണുന്ന ലൈൻ ഒന്ന് കട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നോട്ട് ബുക്കിനകത്ത് കട്ടി കൂട്ടിയിരിക്കാൻ സമയം ഇല്ലാത്തത് നമ്മൾ സാധാരണ ചെയ്യല് ജസ്റ്റ് എൻ എഴുതിയിട്ട് അതിന് കൂടുതൽ ജസ്റ്റ് ഒരു ലൈൻ കൂടെ എക്സ്ട്രാ കൊടുക്കും. അതേപോലെ സെഡിന് കൂടുതൽ അങ്ങനെ എക്സ്ട്രാ ലൈൻ കൊടുക്കും. ഒരു ക്യൂവിന്റെ കൂടെ ഒരു എക്സ്ട്രാ ലൈൻ. സോ ഇതെന്താണ് n എന്ന് വെച്ചാൽ ദി സെറ്റ് ഓഫ് ഓൾ, സെറ്റ് ഓഫ് ഓൾ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്യാം, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ മറ്റൊരു വേർഡാണ് കൗണ്ടിങ് നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പേഴ്സ്. ഇപ്പൊ തന്നെ ഏകദേശം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് കൗണ്ടിങ് നമ്പേഴ്സ്? നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്, അതാണ് നാച്ചുറൽ നമ്പേഴ്സ്. സോ നമുക്ക് സെറ്റിനുള്ളിൽ ആരൊക്കെയാണ് നോക്കാം. സെറ്റിനുള്ളിൽ 1 ഉണ്ടായിരിക്കും, 2 ഉണ്ടായിരിക്കും, 3 ഉണ്ടായിരിക്കും, 4 ഉണ്ടായിരിക്കും, 5 ഉണ്ടായിരിക്കും. ഇത് പിടിച്ചാൽ കിട്ടുമോ? മീൻസ് എവിടെയെങ്കിലും സ്റ്റോപ്പ് ആകുന്നുണ്ടോ? അത് നമ്മൾ എത്ര എണ്ണി കഴിഞ്ഞാലും പിന്നെ അതിന്റെ അപ്പുറത്തോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ നമുക്കിത് ഫുൾ എഴുതാൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് കോമന്റ് ഇങ്ങനെ ഡോട്ട്സ് ഇട്ടിട്ട് സെറ്റ് ഇവിടെ ക്ലോസ് ചെയ്യും. എന്നതിന്റെ അർത്ഥം എന്താ? ദാറ്റ് കണ്ടിന്യൂസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും ബാക്കി എന്താണ് വരുന്നത് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? സോ ഇത് സാധാരണ കേസിൽ നമുക്ക് എണ്ണാൻ പറ്റാത്ത, അതായത് പിടിച്ചാൽ കിട്ടാത്ത സാധനം ആയതുകൊണ്ട് ഈ സെറ്റ് എന്ത് സെറ്റ് അല്ല? നോട്ട് ഫൈനൈറ്റ് സെറ്റ്.
അപ്പൊ എന്താണ് ഫൈനൈറ്റ് സെറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഫൈനൈറ്റ് സെറ്റ് അല്ല. എന്ത് സെറ്റ് ആണത്? ദിസ് ഈസ് ഇൻഫിനിറ്റ് സെറ്റ്. ഇതെല്ലാം ഇൻഫിനിറ്റ് സെറ്റ്സ് ആണ്. ഇൻഫിനിറ്റ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റിന്റെ ഉള്ളിലുള്ള മെമ്പേഴ്സിന്റെ എണ്ണം നമുക്ക് പറയാൻ പറ്റൂല. അതിന്റെ എണ്ണം മീൻസ് ആ സെറ്റിനകത്ത് ഒരു ഫൈനൈറ്റ് എണ്ണം ആയിരിക്കില്ല. ദാറ്റ് ഇസ് ഇൻഫിനിറ്റ് സെറ്റ്. ഫൈനൈറ്റ് സെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ച എ എന്ന് പറയുന്ന സെറ്റിനുള്ളിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇതിനകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഓൺലി 5 മെമ്പേഴ്സ്. സോ ദിസ് ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. സോ ഫൈനൈറ്റ് സെറ്റ് എന്താണ്, ഇൻഫിനിറ്റ് സെറ്റ് എന്താണ്, വ്യത്യാസം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഫൈനൈറ്റ് സെറ്റ് എഴുതുന്നത് പോലെ നമുക്ക് ഇൻഫിനിറ്റ് സെറ്റ് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡോട്ട്സ് യൂസ് ചെയ്തിട്ട് അത് എക്സെട്രാ പോയിക്കൊണ്ടിരിക്കുന്നത് കാണിക്കും. ഇനി Z എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്. എന്താണ് ഇൻഡിജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇൻഡിജർ എന്ന് പറയുന്ന സമയത്ത് 0 is an integer, 1 is an integer, 2 is an integer, 3 is an integer, etc 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 അങ്ങോട്ട് പോകുന്ന അതേപോലെ പുറകോട്ട് -1 is an integer, -2 is an integer, -3 is an integer, etc. സോ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ല, എവിടെ എൻഡ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇത് എഴുതുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ത്? ഒരു സെറ്റ് ഞാൻ ഇവിടെ A എന്ന് എഴുതുന്ന സമയത്ത് അതേ സെറ്റ് ഞാൻ ഒരു അപ്പുറത്ത് ഞാൻ വേറെ സെറ്റ് എഴുതുന്നു, B എന്ന് പറഞ്ഞ സെറ്റ് എഴുതി. ഈ സെറ്റിനോട് ഞാൻ എഴുതുന്ന മെമ്പേഴ്സ് ഞാൻ എഴുതുന്ന നോക്കിക്കോളൂ. 2 എഴുതി, 3 എഴുതി, 1 എഴുതി, 4 എഴുതി, 5 എഴുതി. ഈ രണ്ട് സെറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം? അതിനകത്തുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ ഉണ്ട്, ഇതിനകത്തുള്ള ആൾക്കാരെല്ലാവരും അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ സെറ്റും ആ സെറ്റും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം? എന്താണ്? ഇവിടെ എഴുതിയിരിക്കുന്ന ഓർഡറിലല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, ഓർഡർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഓർഡർ വ്യത്യാസം വന്നാൽ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഒരു സെറ്റിനകത്ത് നമുക്ക് എങ്ങനെയും എഴുതാം. അതായത് 1 കഴിഞ്ഞിട്ട് തന്നെ 2 എഴുതണം നിർബന്ധമില്ല. ഞാൻ 5 ആദ്യം എഴുതി, പിന്നെ 1 എഴുതി, പിന്നെ 3 എഴുതി, പിന്നെ 2 എഴുതി, അങ്ങനെ എനിക്ക് തോന്നിയ മാതിരി വേണമെങ്കിൽ എഴുതി കൊടുക്കാം. പക്ഷെ ശ്രദ്ധിക്കണം, എന്താ? അതിനകത്തുള്ള ആൾക്കാരും ഒഴിവായി പോകരുത്, പുതുതായിട്ട് ആരും വരരുത്. അപ്പൊ നമ്മൾ സെറ്റിനകത്ത് രണ്ട് സെറ്റും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ട് സെറ്റും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എങ്ങനെയാണ്? രണ്ട് സെറ്റിനകത്തും ഒരേ മെമ്പേഴ്സ് ആണോ നോക്കുക. അപ്പൊ ഓർഡറിന് പ്രാധാന്യം ഇല്ല. സോ ഞാൻ ഇവിടെ എഴുതി കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 1 2 3 4 5 എക്സെട്രാ എന്തെങ്കിലും അവിടെ 4 5 3 2 എക്സെട്രാ എഴുതാഞ്ഞത്. അത് ഓർഡറിൽ പറഞ്ഞാലേ നമുക്ക് പിന്നീട് എന്ത് വരും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്, ഇതിന്റെ കേസിൽ നമുക്ക് അതിനൊരു ഓർഡറിൽ എഴുതിയാലേ ബാക്കിയുള്ളതിൽ ഓർഡേഴ്സ് വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? കാരണം സെറ്റിന്റെ എല്ലാ എലമെന്റ്സും നമുക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ട്. ഒരു ഫൈനൈറ്റ് സെറ്റിന്റെ കേസിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റും. ഇൻഫിനിറ്റ് സെറ്റിന്റെ കേസിൽ നമുക്ക് ഒരു ഐഡിയോളജി കിട്ടാൻ കാരണം എന്താ വെച്ചാൽ അവിടെ ഡോട്ട്സ് ഇട്ടാണ് ബാക്കി ഫില്ല് ചെയ്യാനുള്ളതാണ്. അത് നമുക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതൊരു ഓർഡറിൽ നമ്മൾ എഴുതി പോകുന്നത്. ഇത് ഇങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും. ദിസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 0 +or-1 +or-2 +or-3 എക്സെട്ര. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാത്രം ഡോട്ട്സ് ഇട്ടിട്ട് അങ്ങനെയും കാണിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ? നൗ ദിസ് Q എന്ന് വെച്ച് കഴിഞ്ഞാൽ that is set of all rational numbers. റാഷണൽ നമ്പേഴ്സ് എന്താണ്? റാഷണൽ നമ്പേഴ്സ് നിങ്ങൾ മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ന്യൂ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. സോറി, ന്യൂ നമ്പേഴ്സ് അല്ല, ന്യൂ നമ്പേഴ്സ് ഇറാഷണൽ നമ്പേഴ്സിനാണ് ന്യൂ നമ്പേഴ്സ് √2 √3 ഇതൊക്കെ ഇറാഷണൽ ആണെന്ന് പഠിക്കുന്നുണ്ട്. അതിന് മുൻപ് റാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. P/Q എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. അപ്പൊ ആ റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ എടുക്കുന്ന സമയത്ത് അവിടെ ഡെസിമൽ പോയിന്റ് ഉള്ള സംഖ്യകൾ മീൻസ് ഒരു 0.3 0.5 ആ നമ്പേഴ്സ് ഒക്കെ ഡെസിമൽ ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സും അതിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ 1/2 3/5 അങ്ങനെയുള്ള ഫ്രാക്ഷണൽ ടൈപ്സ് എല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോ ഡെസിമൽ ടൈപ്പ്, ഫ്രാക്ഷണൽ ടൈപ്പ് അങ്ങനത്തെ. പിന്നെ നാച്ചുറൽ നമ്പേഴ്സ് നേരത്തെ പറഞ്ഞ 1 2 3 4 എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എല്ലാ ഇന്റിജേഴ്സും കംപ്ലീറ്റ് ഇതിനകത്ത് വരും. ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ മതി. 1 2 3 മൈനസ്, അതേപോലെ +or-1 +or-2 ഇൻക്ലൂഡിങ് 0 ഓൾസോ. സോ അതൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ എഴുതാൻ പറ്റൂല. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ആക്കി കാണിക്കാൻ പറ്റൂല. ജസ്റ്റ് എങ്ങനെ എഴുതും? ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് മാത്രം പറഞ്ഞാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് പറയാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് പിന്നീട് കാണിച്ചു തരാം. ഇനി R എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൺഫ്യൂഷൻ വരരുത്. കാരണം ഇവിടെ ഒരു R യൂസ് ചെയ്യുന്നുണ്ട്. R എന്ന് പറയുമ്പോൾ ഇത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഇതിവിടെ റാഷണൽ നമ്പേഴ്സ് എന്നുള്ളതിന് പകരം നിങ്ങൾ അറിയാതെ R എന്ന് കൊടുക്കരുത്. റാഷണൽ നമ്പേഴ്സിന് യൂസ് ചെയ്യുന്നത് Q എന്നാണ്. ഇറാഷണൽ നമ്പേഴ്സിന് Q കോംപ്ലിമെന്റ് എന്നാണ്. അതായത് Q ഇട്ടതിന് ശേഷം അതിന് മേലെ C ഇടും. അതായത് Q കോംപ്ലിമെന്റ് എന്ന് പറയും. കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ അതിലില്ലാത്ത ആൾക്കാർ, അതായത് റാഷണൽ അല്ലാത്ത ആൾക്കാർ നമ്മൾ
എന്ത് യൂസ് ചെയ്യും? ക്യൂ കോംപ്ലിമെന്റ് യൂസ് ചെയ്യും. ഈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ ആണ് സെറ്റില്. അത് എന്താണ് നമുക്ക് ഈ ഒരു വീഡിയോന്റെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻസ് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. Now, what about R? R is the set of all real numbers. Set of all real numbers is known as is R. Real numbers എന്ന് വെച്ചാൽ അതിനെന്താണ്? എല്ലാ റാഷണൽ നമ്പേഴ്സും എല്ലാ ഇററാഷണൽ നമ്പേഴ്സിനും ഒരുമിച്ച് കൂട്ടിയതാണെന്ത്? അപ്പൊ എന്താണ് ഇററാഷണൽ നമ്പർ? പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് റാഷണൽ. പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സ് ആണ് എന്ത്? ഇററാഷണൽ നമ്പേഴ്സ്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? √2, √3 അങ്ങനെ കൃത്യമായിട്ട് റൂട്ട് ഇല്ലാത്ത നമ്പേഴ്സ്. ഇതിനൊക്കെ പ്രത്യേകത 1.414 എസെട്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പി ബൈ ക്യൂ, ഒരു നമ്പർ ബൈ മറ്റൊരു നമ്പർ എന്നുള്ള ഒരു ഇൻഡിജർ ബൈ ഒരു ഇൻഡിജർ മറ്റൊരു ഇൻഡിജർ എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റൂല. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. സോ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഇറാഷണലും അതേപോലെ നേരത്തെ പറഞ്ഞ റാഷണലും കൂടി ചേർന്ന് ഒരുമിച്ച് ഒരു സെറ്റിന്റെ ഉള്ളിൽ ആക്കിയതാണ് ഏത്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ. Now Z+ കണ്ടത് മനസ്സിലാക്കും. എന്താണ് Z+ എന്ന് വെച്ചാൽ? Z എന്ന സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ആണ്. അതിനകത്ത് ആരൊക്കെ ഉണ്ട്? പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, സീറോ ഉണ്ട്. അപ്പൊ Z+ എന്ന് വെച്ചാൽ എന്താണ്? Z+ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് പ്ലസ് ഇട്ടാൽ പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ഇൻഡിജേഴ്സ്. അപ്പൊ പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ആരൊക്കെ വരും? ഈസ് ദിസ് പോസിറ്റീവ്? ഇല്ല, നെഗറ്റീവ് ആണ്. ഇത് നെഗറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്. സീറോ പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് അല്ല, നെഗറ്റീവ് അല്ല, ബൗണ്ടറി ആണ്. അതായത് നമ്മളിപ്പോ ഒരു വരമ്പ്, അത് ഒരാളുടെ പറമ്പ്, ഇത് മറ്റൊരാളുടെ പറമ്പ്. ഓക്കെ, ഈ ബൗണ്ടറിയിൽ നമുക്ക് അയാളെയും കൂട്ടാൻ പറ്റില്ല, ഇയാളുടെയും കൂട്ടാൻ പറ്റില്ല. So that is just a boundary. So 0 is neither positive and nor negative. 0 രണ്ടിനെ അതിർത്തിയാണ്. So 0-നേക്കാൾ മുകളിലുള്ള സാധനങ്ങൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ്, 0-നേക്കാൾ താഴെയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ്. സോ നമുക്ക് ജസ്റ്റ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന സമയത്ത് 1, 2, 3 അതിനെയാണ് വരുന്നത് സെറ്റ് ഓഫ് ഓൾ 1, 2, 3, 4, 5, 6 എക്സെട്ര. ഇത് എന്തിനാണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞ അതേ സാധനം തന്നെയാണ് Z+ എന്ന് വെച്ചാൽ. അപ്പൊ Z മൈനസ് എന്തായിരിക്കും? -1, -2, -3, -4 എക്സെട്ര. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, Z+ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഡിജേഴ്സ് അല്ലേ, അതിന്റെ സ്ഥാനത്ത് നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഷോർട്ട് ആക്കുന്നത് നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ്. നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് അല്ലാത്ത ഇൻഡിജേഴ്സ് ആണ്. അപ്പൊ നെഗറ്റീവ് അല്ലാത്ത ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ 0 നെഗറ്റീവ് അല്ലാത്തത് കൊണ്ട് 0-നെയും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നോൺ നെഗറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ കളക്ഷനകത്ത് 1, 2, 3 എക്സെട്ര എഴുതുന്നതിന് കൂടെ നമുക്ക് എന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം? 0-നെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് നെഗറ്റീവ് അല്ലാത്ത ഇൻഡിജേഴ്സ്. ക്ലിയർ? അപ്പൊ നോൺ പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോഴോ, പോസിറ്റീവ് അല്ലാത്ത ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ 0 വരും, -1, -2, -3 എക്സെട്ര. അപ്പൊ 0-നെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോൺ നെഗറ്റീവ് നോൺ പോസിറ്റീവ് അങ്ങനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പോസിറ്റീവ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ്, സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് ഇൻഡിജേഴ്സ് പറയുമ്പോൾ Z+, അതുപോലെ Z- യൂസ് ചെയ്യാം. ക്ലിയർ? ഇനി ഓടോടി Q+. സെയിം വേ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ്, അത് Q+ ആണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. R+ എന്ന് വെച്ച് കഴിഞ്ഞാൽ that is set of all പോസിറ്റീവ് ഷോർട്ട് ആക്കുന്നുണ്ട്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. ശ്രദ്ധിക്കുക, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പൊ റിയൽ നമ്പേഴ്സ് എന്താണെന്ന് ക്ലിയർ ആയി വിചാരിക്കുന്നു. റാഷണൽ നമ്പേഴ്സ് അത് ഞാൻ ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ, ഞാൻ ഇതിനെ കുറിച്ച് വേറെ വീഡിയോ ഞാൻ ഈ നമ്പർ സിസ്റ്റം വെച്ചുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ. ക്ലിയർ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സെറ്റുകൾ. ഇതൊക്കെ ഇൻഫിനിറ്റ് സെറ്റുകളാണ്. ശ്രദ്ധിക്കുക, ഫൈനൈറ്റ് സെറ്റ് എന്ന് വെച്ചാൽ ഒരു ഫൈനൈറ്റ് എണ്ണം, നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന സെറ്റുകളാണ് ഫൈനൈറ്റ് സെറ്റ്. We cannot say that how many members are there. That set is known as infinite set. Clear? So next topic is representation of sets. രണ്ട് ഫോമിലാണ് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുക. One is roster form and the second one is set builder form. Roster ഫോമിന്റെ മറ്റൊരു പേരാണ് tabular form and set builder ഫോമിന്റെ മറ്റൊരു പേരാണ് ruled form. എന്താണ് roster form അല്ലെങ്കിൽ tabular form നോക്കാം. All elements of a set are listed. The elements are being separated by commas
ആൻഡ് ആർ എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്. അതായത് ഇങ്ങനെയുള്ള ഒരു കേളി ബ്രാക്കറ്റിന്റെ ഉള്ളില്, ഈ ബ്രേസസിന്റെ ഉള്ളില് കുറെ ആൾക്കാർ ഇങ്ങനെ എലമെന്റ്സുകളെ കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് എഴുതുന്ന ആ ഒരു ഫോമിൽ വിളിക്കുന്ന പേരാണ് റോസ്റ്റർ ഫോം. അപ്പൊ ഞാൻ ആദ്യം കാണിച്ച എ എന്ന് പറയുന്ന സെറ്റുകൾ ഓർക്കുന്നുണ്ടോ? എന്താണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഞാൻ ഇവിടെ എക്സാമ്പിൾ കാണിക്കുന്നത് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. ഞാൻ ഈക്വൽ ടു കൊടുത്തില്ല, ലെസ് ദാൻ 5. അപ്പോ 5ന്റെ താഴെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, ദാറ്റ് ഇസ് കൗണ്ടിങ് നമ്പേഴ്സ് ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? 1 is there, 2 is there, 3 is there, 4 is there, 5 വരുമോ? ഇല്ല, ലെസ് ദാൻ ആണ്. സോ 5 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റൂല. സോ ദീസ് ആർ ദ എലമെന്റ്സ്. അപ്പൊ എന്തൊക്കെ എലമെന്റ്സ് ആണോ ഉള്ളത് അത് എണ്ണിപ്പെറുക്കി ഇങ്ങനെ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതി കൊടുക്കുക. എന്തിന്റെ ഉള്ളിൽ? ബ്രാക്കറ്റിന്റെ ഉള്ളിൽ. സാധാരണ ബ്രാക്കറ്റ് അല്ല, കേളി ബ്രാക്കറ്റ്. സോ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതി കൊടുക്കുന്ന ഈ ഒരു ഫോം, ഇതിന് വിളിക്കുന്ന പേരാണെന്ത്? റോസ്റ്റർ ഫോം. ക്ലിയർ? എക്സാമിൽ ചോദിക്കും, റോസ്റ്റർ ഫോം തന്നിട്ട് ആ ഫോമിലേക്ക് ആക്കാനും അല്ലെങ്കിൽ ആ ഫോമിൽ തന്നിട്ട് ഈ ഫോമിലേക്ക് ആക്കാനും നമുക്ക് ചോദിക്കാറുണ്ട്. സോ ഒരു ഫോം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് സെറ്റ് ബിൽഡർ ഫോം? എന്താ പറയുന്നത്? ഓൾ എലമെന്റ്സ് ഓഫ് എ സെറ്റ് പൊസസ് എ സിംഗിൾ കോമൺ പ്രോപ്പർട്ടി. ആ സെറ്റിനുള്ളിലുള്ള എല്ലാവർക്കും ഒരു സിംഗിൾ കോമൺ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ആ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യല്ല, ആ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്ന ഒരു ഫോമാണ്. ആ പ്രോപ്പർട്ടി പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരിക്കലും ആ സെറ്റിന്റെ ഉള്ളിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ആ പ്രോപ്പർട്ടി വരാൻ പാടില്ല. എന്താണ്? വിച്ച് ഈസ് നോട്ട് പൊസസ്ഡ് ബൈ ആൻ എലമെന്റ്, ആൻ ഔട്ട്സൈഡ് എലമെന്റ്. ആ സെറ്റിൽ ഇല്ലാത്ത ഒരാൾക്ക് ആ പ്രോപ്പർട്ടി ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താ? നമ്മൾ ആ പ്രോപ്പർട്ടി പറയുന്ന സമയത്ത് സെറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടണം. അതായത് പുറത്തുനിന്ന് ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്ട്രാ ഇതിനകത്ത് എഴുതി ചേർക്കാൻ ഒരു അവസരം വരരുത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിരിക്കണം വരേണ്ടത്. ഞാൻ എനിക്ക് എക്സാമ്പിൾ, ഞാൻ ഈ കാണിച്ച എക്സാമ്പിൾ തന്നെ കാണിക്കാൻ പോകണം. എ ഈക്വൽ ടു സെറ്റ് 1 2 3 4. അതായത് 1 2 3 4 എന്ന് പറയുന്നത് ഈ 4 എലമെന്റ് ആണ് ഈ സെറ്റിനുള്ളിലുള്ളത്. സോ ഇതിനെ ഞാൻ എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോം ആക്കുന്നത് നോക്കാം. സോ ഞാൻ എഴുതുന്ന നോക്കിക്കോളും. ഇത് എഴുതുന്നത് എപ്പോഴും ഇങ്ങനെയാണ്, ശ്രദ്ധിക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇത് ഈ രണ്ട് കുത്തിട്ട വായിക്കല് സച്ച് ദാറ്റ് എന്ന് വായിക്കാം. സോ സെറ്റ് ഓഫ് ഓൾ എ ഇസ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇനി എക്സ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം. എക്സ് എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിലുള്ള മെമ്പേഴ്സിനെ നമ്മൾ ഷോർട്ട് ആക്കിയതാണ്. അതായത് ഇതിനുള്ളിലുള്ള ഈ ഓരോരുത്തർ 1 2 3 4 ഈ 4 റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? എക്സ്. ഇനി എക്സ് എന്താണെന്നാണ് പറയേണ്ടത്. അപ്പൊ ഈ ആൾക്കാർക്ക് ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാൽ ഇവർ പ്രോപ്പർട്ടി എന്താ? 1 2 3 4 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറയാം. പക്ഷെ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 2ഉം 3ഉം 4ഉം അവിടെ നിൽക്കുമോ? സ്റ്റോപ്പ് ചെയ്യോ? ഇല്ല, 5ഉം 6ഉം ഒക്കെ കയറി വരും. അപ്പൊ എന്ത് ചെയ്യണം? ഈ 4ൽ നിൽക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? ലെസ് ദാൻ 5 എന്ന് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാലും മതി. കാരണം 4 4ന് താഴേക്കോ അങ്ങനെയും പറയാൻ പറ്റില്ല. സോ നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയാം, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് മാത്രം പറഞ്ഞാൽ എല്ലാ നാച്ചുറൽ നമ്പറും കയറി വരും. അപ്പൊ എല്ലാ നാച്ചുറൽ നമ്പറും എക്സ് എന്തല്ല? എക്സ് അല്ല, അതിനുള്ളിലുള്ള മെമ്പർ അല്ല. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. എന്താണ്? ലെസ് ദാൻ 5ന്റെ താഴെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ആ നാച്ചുറൽ നമ്പർ ആണ് ആര്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 5. സോ എക്സിന്റെ പോസിബിലിറ്റി, എക്സ് എന്തൊക്കെ ആവാം എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ 1 ഒരു നാച്ചുറൽ നമ്പർ ആണ്, 5നേക്കാൾ താഴെയാണ്. സോ എക്സിന്റെ വാല്യൂ 1 ആവാം. 2 ഒരു നാച്ചുറൽ നമ്പർ ആണ്, 5നേക്കാൾ താഴെയാണ് കിടക്കുന്നത്. 3 ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ലെസ് ദാൻ 5. 4 ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ less than 5. 6 is a natural number but it is not less than 5. അപ്പൊ 6 അതിനകത്ത് വരും? ഇല്ല. അപ്പൊ ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് എഴുതി കൊടുക്കാൻ പറ്റും. സെറ്റ് എഴുതിയിട്ട് ആ സെറ്റിന്റെ ഉള്ളിൽ എന്തൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും? 1 2 3 4 എന്ന് എഴുതി കൊടുക്കാൻ പറ്റും. വേറെ ഒന്നും അതിനകത്ത് വരൂല എന്ന് ഷുവർ ആണ്. സോ നമ്മൾ എഴുതിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി, അതായത് എക്സ് എന്ന് എഴുതിയതിനു ശേഷം സച്ച് ദാറ്റ് എന്ന് എഴുതിയതിനു ശേഷം എക്സ് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി, ആ പൊസസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി, കോമൺ പ്രോപ്പർട്ടി എന്തായിരിക്കണം? സ്പെസിഫിക് ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു സെറ്റിനുള്ളിലുള്ള മെമ്പേഴ്സ് നമുക്ക് കാണിക്കണം, ചൂണ്ടിക്കാണിക്കാൻ പറ്റണം. ക്ലിയർ? സോ അതിനകത്തുള്ള ആൾക്കാർ കൃത്യമായിട്ട് പറയാൻ പറ്റണം. അതിന്റെ പുറമെയുള്ള ആൾക്കാർ ആരും ഇതിനകത്ത് കയറി വരരുത്. അപ്പൊ ഏതൊരു കുട്ടി ഇതിനെ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് മാറ്റുമ്പോഴും നമുക്ക് ഇതന്നെ കിട്ടണം. അപ്പോ നമ്മൾ രണ്ടാൾക്കാരോട് നിങ്ങൾക്ക് ഇതിനെ ഈ സെറ്റിനെ ഈ ഒരു ഫോമിലേക്ക് മാറ്റാൻ പറയുമ്പോൾ ഒരു കുട്ടി എഴുതുന്ന സമയത്ത് 1 2 3 4 കിട്ടി, വേറെ കുട്ടി എഴുതുന്ന സമയത്ത് 1 2 3 4 5 6ഉം വരരുത്. അതായത് രണ്ടാളെ എഴുതുന്ന സമയത്ത് രണ്ട് തരത്തിൽ വരാൻ പാടില്ല. കാരണം എന്താ? ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു കണക്ഷനെ പാടുള്ളൂ. റെഡി? സെറ്റ് ആയി വിചാരിക്കുന്നു. റെഡി അല്ലേ? സോ നമ്മളെ
സെറ്റ്സ് എന്ന് പറയുന്ന രണ്ട് ഫോമാണുള്ളത്. രണ്ട് ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരാം. ഈ ഇതിൽ ഫോമിൽ നിന്ന് ആ ഫോമിലേക്ക് മാറ്റാനും ആ ഫോമിൽ നിന്ന് ഈ ഫോമിലേക്ക് മാറ്റാനും. ഓക്കെ, ഹിയർ ഇസ് യുവർ ക്വസ്റ്റ്യൻ. കുറച്ച് സെറ്റ് ഫോമിലുള്ള കുറച്ച് സെറ്റുകളുടെ എക്സാമ്പിൾസ് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് അതിന്റെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ ജസ്റ്റ് പോസ് ചെയ്യാം, എന്നിട്ട് ഈ വീഡിയോ ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് റോസ്റ്റർ ഫോമിലേക്ക് ആക്കാൻ ശ്രമിക്കുക. ശ്രമിച്ചതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഞാൻ എന്തായാലും തുടരുകയാണ്. So first one, a equal to set of all x such that that's a property of x. എന്താണ് x ന്റെ property? X is an integer and -2 less than or equal to x less than 4. x ഒരു integer ആണ് പറഞ്ഞത്. എന്താണ് integer എന്ന് പറയുന്നത്? 0 1 2 3 4 etc. അതൊക്കെ integers ആണ്. -1 -2 -3 ഇങ്ങോട്ട് വരുന്നതൊക്കെ എന്താണ്? Integers ആണ്. അപ്പൊ ആ ഇന്റിജേഴ്സിന്റെ കൂട്ടത്തിൽ ഏതൊക്കെയാണ്? -2 less than or equal to x less than 4 എന്ന് പറയുമ്പോൾ -2ന്റെക്കാളും മേലെ ആയിരിക്കണം, ഈക്വലും ആവാം. അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? -2ഉം ആവാം, -2ന്റെ മുകളിലോട്ടും ആവാം. ലെസ് ദാൻ 4 എന്ന് വെച്ചാൽ 4ന്റെക്ക് താഴെ ആവാം. 4 ആവാൻ പറ്റുമോ? പറ്റൂല. അപ്പോ -2 ആവാം, -2ന്റെ മുകളിലോട്ടും. അപ്പൊ നമ്മൾ എഴുതി വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ a ഈക്വൽ ടു സെറ്റിന്റെ ഉള്ളിൽ ഫസ്റ്റ് ആര് വരും? -2 വരും. കാരണം എന്താണ്? ഇവിടെ ഈക്വൽ ടു വന്നത് കൊണ്ട് -2 ഈസ് ഇൻക്ലൂഡിങ്. സോ -2 കഴിഞ്ഞാൽ നെക്സ്റ്റ് ആരാണ്? -3 അല്ലട്ടോ, കാരണം -2ന്റെ ബാക്കിലാണ് -3. ഒരിക്കലും -2 -3 -4 ആണ് എഴുതി പോകരുത്. ശ്രദ്ധിക്കുക, നമ്പർ ലൈനിൽ 0ന്റെ അപ്പുറത്തേക്ക് 1 2 അങ്ങനെ പോകുന്നത് പോലെ പുറകോട്ട് വരുമ്പോൾ -1 -2 ഇങ്ങോട്ട് താഴോട്ട് വരും. അപ്പൊ -3 കിടക്കണ എവിടെയാണ്? -2നേക്കാൾ താഴെയാണ്. അപ്പോ -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കാം, -2 വരാൻ പറ്റും, അതിനേക്കാൾ മുകളിലുള്ള ആൾക്കാരും വരാൻ പറ്റും. അപ്പൊ ആരൊക്കെ വരാം? -2 വരാം, പിന്നെ ആരാ വരിക? -1, പിന്നെ ആരാ വരിക? 0, പിന്നെ ആരാ വരിക? 1 2, പിന്നെ ആരാ? 3. എവിടെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക? ലെസ് ദാൻ 4 എന്ന് കണ്ടാല് ലെസ് ദാൻ 4 എന്നാൽ 4ന് താഴോട്ട് വരണം. എന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് 4 ഇവിടെ എഴുതാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ 3 വരെ പോസിബിൾ ഉള്ളൂ, 4 എഴുതാൻ പറ്റൂല. ഇവിടെ ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ യു ക്യാൻ റൈറ്റ് 4 ഓൾസോ. ക്ലിയർ? അപ്പൊ എ എന്ന് പറഞ്ഞ സെറ്റിനകത്തുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്, കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എത്ര എണ്ണം കൃത്യമായിട്ട് ഐഡിയ ഉണ്ട്. സോ ദാറ്റ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. നെക്സ്റ്റ്, അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഐഡിയ ഇല്ലാത്തവർ നേരത്തെ തന്നെ വീഡിയോ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചുകൊണ്ടെങ്കിലും നെക്സ്റ്റ് ഉള്ളത് സ്വയം ഒന്ന് എഴുതി നോക്കാൻ ശ്രമിക്കാം. സോ ബി എന്ന് പറയുന്ന സെറ്റ് ഞാൻ എഴുതാൻ പോണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ വവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ വവൽസ് അറിയോ? വവൽസ് അറിയില്ലേ? എന്തൊക്കെയാണ് വവൽസ്? എ ഇ ഐ ഒ യു. ഈ 5 എണ്ണത്തിനെ വിളിക്കുന്ന പേരാണത് വവൽസ്. വവൽസിന്റെ പ്രോപ്പർട്ടിയിലേക്ക് നേക്കാറാൻ വേണ്ടി ഞാൻ ഇംഗ്ലീഷിന്റെ ക്ലാസ് അല്ല, മാത്സ് ക്ലാസ് ആണ്. സോ വവൽസ് ഏതൊക്കെയാണ്? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസ് എന്നാൽ എ ഇ ഐ ഒ യു. ഇനി എക്സ്ട്രാ വേറെ ഒന്നും വരാനില്ല, ഈ 5 എണ്ണം മാത്രമാണ്. ഇനി ഇവിടെ നോക്കുക, എക്സ് ഈസ് എ വവൽ ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ എ ഒരു വവലാണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എ ആയിക്കൂടെ? എക്സ് ഇസ് എ വവൽ, അപ്പൊ ഇയും വവലാണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഇയു ആയിക്കൂടെ? അതുപോലെ എക്സിന്റെ വാല്യൂ ഐയും ആവാം. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? എ ഇ ഐ ഒ യു, അവരെന്നെയാണ് ആര്? എക്സുകൾ. അപ്പൊ എക്സുകൾ എന്തൊക്കെയാണോ എന്നാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. സോ ഇതിനകത്ത് നമുക്ക് എ എഴുതാം, ഇ എന്ന് എഴുതാം, ഐ എഴുതാം, ഒ എഴുതാം, യു എന്ന് എഴുതാം. ഞാൻ ഡയറക്റ്റ് എഴുതി കൊടുക്കാൻ മനഃപൂർവ്വമാണ്, കാരണം നമ്മൾ സെറ്റിനകത്ത് കോമട്ടാണ് എഴുതുക. ക്ലിയർ? സോ എ ഇ ഐ ഒ യു. അപ്പൊ ആ സെറ്റിനുള്ളിലുള്ള ആൾക്കാർ ആരൊക്കെയാണോ അത് സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ നിരത്തിയാണ് എഴുതി കൊടുത്താൽ ദാറ്റ് ഇസ് ദ സെറ്റ്. എന്ത് സെറ്റ്? എന്ത് ഫോമിലാണ്? റോസ്റ്റർ ഫോമിൽ. നെക്സ്റ്റ് സി ഈക്വൽ ടു എങ്ങനെ എഴുതി വെക്കാൻ പറ്റും? എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ റിയൽ നമ്പർ. ശ്രദ്ധിക്കുക, റിയൽ നമ്പർ എന്ന് വെച്ചാൽ റാഷണൽ ആവാം, ഇറാഷണൽ ആവാം, എന്തും ആവാം. ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ അല്ലേ? ഏത്? ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ എങ്ങനെയാണ്? സോ അത് യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ സോൾവ് ചെയ്യണം. ഫസ്റ്റ് നമുക്ക് പല രീതിയിലും സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇക്വേഷൻ, നിങ്ങളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. സോ ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. സോ ഞാൻ ഫോർമുല യൂസ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനകത്ത് എഴുതി കൊടുക്കേണ്ട ആൾക്കാർ ആരാണെന്ന് ശ്രദ്ധിച്ചു നോക്കുക.
x is a real number and x square minus 6x plus 8 equal to 0 ചെയ്താൽ നിങ്ങൾക്ക് 0 കിട്ടുമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന x എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ടുള്ള എക്സുകളാണ് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ആണ് നിങ്ങൾ അവിടെ ശരിക്കും കണ്ടെത്തേണ്ടത്. അതായത് ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ സൊല്യൂഷൻ എന്തൊക്കെയാണോ, മിക്കവാറും സെക്കൻഡ് ഡിഗ്രിന്റെ കേസിൽ സൊല്യൂഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു സൊല്യൂഷനോ രണ്ട് സൊല്യൂഷനോ ആണ് ഉണ്ടാവുക, അതിൽ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കില്ല. സോ സൊല്യൂഷൻസിന്റെ എണ്ണം തീരുമാനിക്കുന്നത് ഡിസ്ക്രിമിനന്റ് ആണ്, വിവേചകം. അതായത് ബി സ്ക്വയർ മൈനസ് 4ac അത് പോസിറ്റീവ് ആകുമ്പോൾ രണ്ട് സൊല്യൂഷൻ, അത് 0 ആകുമ്പോൾ ഒരു സൊല്യൂഷൻ, നെഗറ്റീവ് ആകുമ്പോൾ സൊല്യൂഷൻ ഇല്ല എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് ആകുന്ന സമയത്ത് അത് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നെക്സ്റ്റ് വേറെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ ചാപ്റ്ററിൽ നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോ നമ്മുടെ കേസിൽ ഇതിന്റെ ഒരു സൊല്യൂഷൻ കാണുകയാണ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് എ ബി സി? എയും ബിയും സിയും എന്തൊക്കെയാണ്? എ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, എക്സ് സ്ക്വയറിന്റെ മുമ്പിലുള്ള നമ്പർ, ദാറ്റ് ഈസ് 1. ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ മുമ്പിലുള്ള നമ്പർ കോഎഫിഷ്യന്റ് ആരാണ്? 6 അല്ലേ? അല്ല, -6 ആണ്. എന്നോടാ നമ്മൾ ക്വാഡ്രാറ്റിക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 ആണ്. അതിനകത്ത് ശ്രദ്ധിക്കുക, എക്സിന്റെ ഒപ്പമുള്ള കോഎഫിഷ്യന്റ് ബിന്റെ മുമ്പിൽ പ്ലസ് എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു മൈനസ് കാണാം. ആ മൈനസ് ആരുടെയാണ്? ആ ചങ്ങായിന്റെ മൈനസ് ആണ്. അത് തലയിൽ എഴുതി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതാണ് താഴത്ത് വെച്ചതാണെന്ന് മാത്രം. സോ -6 ആണ് ആര്? ബിയുടെ സ്ഥാനത്ത്. അതേപോലെ സി ആരാണ്? ദാറ്റ് ഇസ് പോസിറ്റീവ് 8. സോ ബി എന്ന് പറയുന്നത് -6 ആണ്, സി എന്ന് പറയുന്നത് ആരാണ്? 8 ആണ്. സോ നൗ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് മൈനസ് ബി. ബി എന്ന് പറഞ്ഞാൽ -6 ആണ്, അപ്പൊ മൈനസ് ബി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് 6. ശ്രദ്ധിക്കുക, മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ബി എന്നാണ്. ബി ആരാ? -6. മൈനസ് കൂടി ചേരുമ്പോൾ +6 ആവും. ഞാൻ ഇങ്ങോട്ട് എഴുതുന്നില്ല. 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ. അപ്പൊ ഇതിന്റെ സ്ക്വയർ നോക്കുക. ബിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -6ന്റെ സ്ക്വയർ ആണ്. ബി സ്ക്വയർ ഈസ് -6 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് -6 into -6 ഈക്വൽ ടു വാട്ട്? 36. ശ്രദ്ധിക്കുക, പോസിറ്റീവ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് 36 മൈനസ് 4ac. അപ്പൊ 4ac എന്ന് പറയുമ്പോൾ 4 into a എന്ന് വെച്ചാൽ 1 into c എന്ന് പറഞ്ഞാൽ 8. 4 into 1 into 8 എന്നാണ് 32. So that is 32. All divided by 2a. 2 into a is 1 here. So 2 into 1 is 2 itself equal to 6 plus or minus റൂട്ടിന്റെ ഉള്ളിൽ 4 divided by 2. So ഇങ്ങനെ പ്ലസ് ഓർ മൈനസിന് ശേഷം √4 വന്നു. √4ന്റെ വാല്യൂ എന്താണ്? That is 2. 6 plus or minus 2 divided by 2. പ്ലസ് ഓർ മൈനസിന് സെപ്പറേറ്റ് ചെയ്യാൻ നേരമായി എക്സിന്റെ വാല്യൂ ഒന്നുകിൽ 6 plus 2 divided by 2 അല്ലെങ്കിൽ x is equal to 6 minus 2 divided by 2. 6 plus 2 is 8 by 2. 8 by 2 is 4. And now here 6 minus 2 is 4. 4 by 2 is what? 2. So നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കിട്ടി. എന്തൊക്കെ കിട്ടിയത്? x equal to 4 കിട്ടി, x equal to 2 കിട്ടി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു സംഗതിക്ക് ചെറിയ സാധനത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയും എഴുതിണ്ടാക്കണ്ടേ? ഇതിന് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് ഷോർട്ട് കട്ട് ഞാൻ ഇതിന് ശേഷം പറഞ്ഞുതരാം. നിങ്ങൾ പഠിച്ച മെത്തേഡ് ഇതായതുകൊണ്ട് ഞാൻ ഇതിലൂടെ പോയതാണ്. സോ ഇത് നിങ്ങൾ സൈഡിലായിട്ട് എഴുതിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റിനകത്തുള്ള മെമ്പേഴ്സിന് എഴുതി കൊടുക്കാൻ പറ്റും. ഏതൊക്കെയാണ് നമ്മുടെ സൊല്യൂഷൻസ് കിട്ടിയിരിക്കുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? എക്സ് ഇസ് ഈക്വൽ ടു 2 കിട്ടിയിട്ടുണ്ട്, 4 കിട്ടിയിട്ടുണ്ട്. രണ്ട് സൊല്യൂഷൻസ്. ആ രണ്ട് ആൾക്കാരാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ്. അത് രണ്ടുമാണ്. അപ്പൊ എക്സ് ഈസ് എ റിയൽ നമ്പർ ആൻഡ് ഇത് സാറ്റിസ്ഫൈ ചെയ്യും കൂടെ ചെയ്യും. അപ്പൊ എക്സ് ആരൊക്കെയാ? 2ഉം 4ഉം. അപ്പൊ സെറ്റിനുള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? 2 ഉണ്ടാവും, 4 ഉണ്ടാവും. അതിൽ 4,2 എന്ന് എഴുതിയാലും നോ പ്രോബ്ലം. ക്ലിയർ? ഞാനിത് എങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. ഫാക്ടറൈസേഷൻ മെത്തേഡ് പരിചയമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നോക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം you can use the factorization method. x² minus 6x plus 8 equal to 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകുമ്പോൾ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഒരു സാധാരണ കേസിൽ ഇത്തരം ക്വസ്റ്റ്യൻസിലൊക്കെ എന്താ പറയുക, സൊല്യൂഷൻ ഉള്ള കേസാണ് ചോദിക്കുക. അങ്ങനെ സൊല്യൂഷൻ ഉള്ളതാണെങ്കിൽ അത് നമ്മൾ ഡിസ്ക്രിമിനന്റ് ആണ് ആദ്യം കണ്ടു നോക്കേണ്ടി വരും. ഡിസ്ക്രിമിനന്റ് കണ്ടു നോക്കിയിട്ട് പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ, d² - 4ac കണ്ടു നോക്കിയിട്ട് പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ രണ്ട് സൊല്യൂഷൻ ഉണ്ടാവും. അങ്ങനെ രണ്ട് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. സോ അങ്ങനെ ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് വിചാരിച്ചോളൂ. അപ്പോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ദിസ് ഈസ് x². ഓക്കെ, x² മുമ്പിൽ ഇവിടെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ യു ക്യാൻ റൈറ്റ് ഹിയർ x ബിക്കോസ് x into x is x². ഇനി ഇവിടെ ഞാൻ എഴുതുന്ന ഒരു നമ്പർ ഉണ്ട് a, ഇവിടെ ഞാൻ എഴുതുന്ന ഒരു നമ്പർ ഉണ്ട് b.
എന്താണ് എന്റെ ബിയുടെ പ്രത്യേകത? ഇതിനിടയിൽ പ്ലസ് ഞാൻ തൽക്കാലം ഞാൻ ഇടുകയാണ്. ഈ പ്ലസ് ഇട്ടാൽ അതിനർത്ഥം ഇത് പോസിറ്റീവ് എന്ന് മനസ്സിലാക്കരുത്. കാരണം എന്റെ സൈൻ നെഗറ്റീവ് ആവാം. എന്ന് വെച്ചാൽ നമ്പർ ആണ്, അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് -2 എന്നൊക്കെ വരാം അവിടെ. സോ സപ്പോസ് ഞാൻ ഇപ്പോൾ തൽക്കാലം എ ബി ഇട്ട് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത് ചെയ്യാം, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ്, പ്ലസ് ഈ എക്സ് ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി എക്സ് ആവും. അതുപോലെ എക്സ് കൊണ്ട് രണ്ടാലും മൾട്ടിപ്ലൈ ചെയ്ത ശേഷം പിന്നെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് എ എക്സ് വരും, പ്ലസ് എ ഇൻറ്റു ബി എ ബി എന്ന് വരും. അതിന് എക്സ് സ്ക്വയർ കൊണ്ട് മാറ്റി വെച്ചു. എക്സ് ഇവിടെ ബി എക്സിന്റെ ഇവിടെ എ എക്സിന്റെ, അപ്പൊ അത് നമുക്ക് രണ്ടിടത്ത് എക്സ് ഉള്ളതുകൊണ്ട് എക്സിന് കോമൺ ആയിട്ട് പുറത്തിട്ട് ഞാൻ എ പ്ലസ് ബി എക്സ് എന്ന് പറയാം, പ്ലസ് ലാസ്റ്റ് ഒരു എ ബി എന്ന് പറയാം. ഒരു കാര്യം ശ്രദ്ധിക്കാം, ഈ എക്സിന്റെ ടേം എക്സ് സ്ക്വയറിന്റെ ടേം നമ്പറിന്റെ ടേം ഇതേ ഫോർമാറ്റിലാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം കിടക്കുന്നത്. അതിൽ ഈ എ ബി എന്ന് പറയുന്ന സ്ഥാനത്ത്, അതായത് ഈ നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആ എ ബി എന്ന സ്ഥാനത്ത് ആരാണുള്ളത്? 8. അതുപോലെ എ പ്ലസ് ബി, അതായത് ഈ നമ്പറും ആഡ് ചെയ്തതാണ് എക്സിന്റെ കൂടെ വരേണ്ടത്. ആ സ്ഥാനത്ത് ആരാണുള്ളത്? 6 അല്ല -6. ഓക്കെ, ശ്രദ്ധിക്കണം, -6. അപ്പൊ എ ബി ഈ രണ്ട് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടണം, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? -6 കിട്ടണം. സോ അത്തരം രീതിയിൽ നമുക്കുള്ള ഒരു നമ്പേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. അതായത് മൾട്ടിപ്ലൈ ചെയ്താൽ 8, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ്? -6. അപ്പൊ ഞാൻ ആദ്യം ഇതാണ് എടുക്കുക. ഒരിക്കലും സം ചെയ്താൽ -6 കിട്ടുന്ന കേസിൽ തുടങ്ങരുത്, ഒരിക്കലും ഇവിടെ തുടങ്ങാം ചിന്തിക്കാൻ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടുന്ന കേസുകൾ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഏതൊക്കെയാണത്? 1 into 8 ഉണ്ട്, 2 into 4 ഉണ്ട്, എന്നെന്തായാലും ഉണ്ടോ? യെസ്, എന്താണുള്ളത്? -1 into -8 ഉണ്ട്. കാരണം എന്താ, ഒരു നെഗറ്റീവ് നമ്പർ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് അഗൈൻ പോസിറ്റീവ് നമ്പർ. അതുപോലെ -2 into എന്തുകൊണ്ട്? -4 ഉണ്ട്. സോ നിങ്ങൾക്ക് 4 കേസുകൾ കിട്ടി. ഈ 4 കേസുകളിൽ ഏതോ ഒരു കേസാണ് നമ്മുടെ എയും ബിയും വരേണ്ടത്. അതിൽ ഏതാണെന്ന് സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നു എന്ത്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് വെക്കുക. അതായത് ഇത് എ ആണ്, ഇത് ബി ആണ്. എ ഇൻറ്റു ബി രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടുന്നത്. അപ്പൊ എ ഇൻറ്റു ബി വാല്യൂസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ എന്താണ് എഴുതി കൊടുക്കേണ്ടത് എന്നാണ് നമുക്ക് ആവശ്യമുള്ളത്, എ ഇൻറ്റു ബി എന്ന്. റെഡി? അപ്പൊ ഈ എ ഇൻറ്റു ബിന്റെ സ്ഥാനത്ത് എഴുതി കൊടുക്കേണ്ട നമ്പേഴ്സിന്റെ പ്രത്യേകത, അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് -6 കിട്ടണം. 1 8 കൂട്ടാൽ 9 കിട്ടുക, -6 ആണോ? അല്ല, ഇതല്ല മനസ്സിലാക്കുക. 2 4 കൂടി ആഡ് ചെയ്താൽ 8 കിട്ടും, ഒരിക്കലും എന്ത് കിട്ടില്ല? -6 കിട്ടില്ല. അപ്പൊ ഇതല്ല മനസ്സിലാക്കുക. അപ്പൊ ഒരു കാര്യം കൂടെ, ആഡ് ചെയ്താൽ മൈനസ് കിട്ടും, മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് നമ്പറും നെഗറ്റീവ് ആയിരിക്കുമെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോ ഈ ഇതിലുണ്ട് നോക്കുക, -1ഉം നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയി, 2 + 4 6 ആണ് കേട്ടോ, 2 + 4 8 അല്ല. നെക്സ്റ്റ് -1ഉം -8ഉം ആഡ് ചെയ്താൽ -9 ആണ്, അതാണ് ഇവിടെ വരേണ്ടത്? അല്ല. -2 -4 കൂടി ആഡ് ചെയ്താൽ എന്താണ്? -6. സോ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം. അപ്പൊ അത് പറയാൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ എഴുതി വെച്ചത്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിവിടെ ഏത് മാത്രം മതി നോക്കുക. നമുക്ക് ഒരു ഫാക്ടറാണ്, രണ്ട് ഫാക്ടേഴ്സ് ആണുള്ളത്, =0, സ്റ്റാർട്ടിംഗ് വിത്ത് എക്സ്. ഇവിടെ വരുന്ന നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 8 വരണം. ഇവിടെ വരുന്ന നമ്പേഴ്സ് രണ്ടും ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? -6 കിട്ടണം. ആരാണ് നമ്പേഴ്സ്? ദാറ്റ് ഈസ് -2 ആൻഡ് -4. സോ സിംപ്ലി യു ക്യാൻ റൈറ്റ് ഹിയർ -2. ശ്രദ്ധിക്കുക, ഞാനിവിടെ +a എന്ന് എഴുതിയാൽ ആ എയുടെ വാല്യൂ -2 ആയതുകൊണ്ടാണ് -2 എന്നിവിടെ വന്നത്. നെക്സ്റ്റ് ഇവിടെ -4. നിങ്ങൾക്ക് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. സോ ഞാൻ ഫാക്ടേഴ്സ് ആക്കി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് ആണ് പോകേണ്ട ആവശ്യമില്ല, അത് വെരിഫൈ ചെയ്യാനാണ് ഞങ്ങളോട് പറഞ്ഞത്. സോ ഇത് എങ്ങനെയാണ് വാല്യൂ സൊല്യൂഷനിലേക്ക് എത്താൻ നോക്കാം. രണ്ടാൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുമെങ്കിൽ അതിൽ ഒന്നുകിൽ ഇത് 0 ആയിരിക്കണം, അല്ലെങ്കിൽ അത് 0 ആയിരിക്കണം. സോ ഇത് ഞാൻ 0, x-2 ഞാൻ 0 എന്ന് കൊടുത്താൽ x = 2 എന്ന് കിട്ടും. x-4 ഞാൻ 0 എന്ന് കൊടുത്താൽ x = എന്തെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ 2 4. നമുക്ക് നേരത്തെ കിട്ടിയ സെയിം സൊല്യൂഷൻ. സെറ്റിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടാവുക? 2 ഉണ്ടാവും, 4 ഉണ്ടാവും. സോ ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. പെട്ടെന്ന് ആൻസർ കിട്ടും, പക്ഷേ കുറച്ച് ചിന്തിക്കാനുണ്ട്. ആ ചിന്തിച്ചാൽ കറക്റ്റ് നമ്പർ നമ്മൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കുക, മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടുന്ന കേസുകൾ കുറവായിരിക്കും. അപ്പൊ ആ കേസുകളും എടുത്തു നോക്കിയിട്ട് അതിൽ കൂട്ടിയാൽ ഈ -6 കിട്ടുന്ന കേസ് കണ്ടെത്തുക. കണ്ടെത്തിയതിനു ശേഷം അത് രണ്ടും വെച്ചുകൊണ്ട് എഴുതുക. എന്നിട്ടോ സെറ്റിനുള്ളിൽ ആ നമ്പേഴ്സ് എഴുതി കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ വേറെ എക്സ്ട്രാ ഒരു കണ്ടീഷൻ ഞാൻ കൊടുക്കുകയാണ്. എന്താണ്? x is a real number എന്ന് പറയുന്നത് പോയാൽ x is a number more than 3 എന്ന് പറയുന്നത്. x is a number more than 3. x is a real number എന്നോ എന്തുകൊണ്ട് x is a real number more than 3. 3നേക്കാൾ വലിയ നമ്പർ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമാണ് ഇക്വേഷൻ കൊടുത്തതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴും 3നേക്കാൾ മുകളിലാവുകയും വേണം. അപ്പൊ നമുക്ക് 4 എടുക്കാൻ പറ്റുമോ? 4 എടുക്കാൻ പറ്റും, 2 എടുക്കാൻ പറ്റുമോ?
പറ്റൂല. കാരണം എന്താ, മോർ ദാൻ 3 എന്ന ആ ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, 2 എടുക്കാൻ പറ്റില്ല. അപ്പൊ 6 മാത്രം സെറ്റിനുള്ളിൽ ഉണ്ടാവുള്ളൂ, 4 മാത്രം സെറ്റിനുള്ളിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, കണ്ടീഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കുക, അതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സെറ്റ് എഴുതാൻ പാടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മൈനസ് വാല്യൂ കിട്ടി, ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടി. ഇവിടെ പറയുന്നത് എക്സ് ഇസ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞോ. നാച്ചുറൽ നമ്പർ കൂടുതൽ മൈനസ് വരും ഇല്ല. അപ്പൊ ആ മൈനസ് ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങൾ അതിനകത്ത് എഴുതി കൊടുക്കാൻ പാടില്ല. സോ ഇത് എക്സ് ഇസ് എ റിയൽ നമ്പർ എന്നാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, എന്ന് വരാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിമിനന്റ് ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടിയെന്ന് വിചാരിച്ചോ. നെഗറ്റീവ് കിട്ടിയാൽ നിങ്ങൾ എന്താ പഠിച്ചിരുന്നത്, ആ ഒരു ഇക്വേഷന് സൊല്യൂഷൻ ഇല്ല എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ റിയൽ സൊല്യൂഷൻ ഇല്ല എന്നാണ് ശരിക്കും പറയേണ്ടത്. റിയൽ സൊല്യൂഷൻ ഇല്ല, അപ്പൊ ഇമാജിനറി സൊല്യൂഷൻ ഉണ്ട്. അതാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരാൻ പോകുന്നത്. ഇപ്പോ ഇവിടെ റിയൽ നമ്പർ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് തന്നതുകൊണ്ട് ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നിങ്ങൾ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾക്ക് മൈനസ് കിട്ടിയാൽ, ഉള്ളിലുള്ള ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് കിട്ടിയാൽ അതിന് റിയൽ സൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സെറ്റിന്റെ ഉള്ളിൽ ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതും, സെറ്റ് മാത്രം ഇട്ട് വെക്കും. അതിന്റെ ഉള്ളിൽ ആരും ഉണ്ടാവില്ല, മെമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് കാലിയായിട്ടിടും. ആ സെറ്റിനെ നമ്മൾ വിളിക്കും എം ടി സെറ്റ് എന്ന് വിളിക്കും. അത് നമുക്ക് ടൈപ്സ് ഓഫ് സെറ്റ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, നൗ ലാസ്റ്റ് വൺ, ഡി. ഡി നോക്കാം. Set of all x such that x is a letter of the word മലയാളം. മലയാളത്തിന്റെ സ്പെല്ലിംഗ് അറിയാത്തവർ നോക്കിക്കോളി. മലയാളം MALAYALAM. തിരിച്ചിട്ടാലും മലയാളം, അങ്ങോട്ട് വരും മലയാളം. ഓക്കെ, എക്സ് ഇസ് എ ലെറ്റർ ഓഫ് ദ വേർഡ്. അപ്പോ എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ വേർഡിന്റെ ലെറ്റേഴ്സ്. എം ആ വേർഡിലെ ഒരു ലെറ്റർ ആണ്. സോ നമുക്ക് സെറ്റിനുള്ളിൽ എന്ത് എഴുതാൻ പറ്റും, എം എന്ന് എഴുതാൻ പറ്റും. സോ ഡി എന്ന സെറ്റിനുള്ളിൽ എന്ത് എഴുതി കൊടുക്കാം, എം കോമ. അടുത്തത് എ എന്ന് പറയുന്നത് ഈ ഒരു വേർഡിന് ഒരു ലെറ്റർ ആണ്. സോ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം, എ എന്ന് എഴുതി കൊടുക്കാൻ പറ്റും. അടുത്തത് എൽ എന്ന് പറയുന്നതും അതിലൊരു ലെറ്റർ ആണ്. സോ യു ക്യാൻ റൈറ്റ് എൽ ഹിയർ. അടുത്തത് എ അവിടെ എഴുതി കൊടുക്കാൻ പാടില്ല. വൈ, എ ഒരു വട്ടം നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ സെറ്റിന്റെ ഒരു പ്രത്യേകത കൂടെ പറയുന്നത്, ഒരു സെറ്റിനകത്ത് നിങ്ങൾ ഒരു വട്ടം എഴുതിയാണ് രണ്ടാമത് എഴുതാൻ പാടില്ല. അപ്പോ ഈ എ എന്ന സെറ്റിന് സോറി, ഈ എ എന്ന് പറയുന്നത് ഇപ്പൊ നോക്കുക, 1 2 3 4 തവണ ഉണ്ട്. പക്ഷെ നമ്മൾ ആ സെറ്റിനകത്ത് എഴുതുമ്പോൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരൊറ്റ തവണ എഴുതാൻ പാടുള്ളൂ. ഇനി അടുത്ത് നോക്കാം. ഇപ്പൊ എം എഴുതി കഴിഞ്ഞു, എ എഴുതി കഴിഞ്ഞു, എൽ എഴുതി. ഇനി എ അത് എഴുതിയിട്ടുണ്ട് ഓൾറെഡി. വൈ എഴുതിയില്ലല്ലോ. സോ നെക്സ്റ്റ് വൈ എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് എ എഴുതാൻ പറ്റൂല. എൽ ഒരൊട്ടം എഴുതിയിട്ടുണ്ട്. എ വീണ്ടും നേരത്തെ എഴുതിയിട്ടുണ്ട്. എം ഒരൊട്ടം എഴുതിയിട്ടുണ്ട്. സോ നമ്മുടെ സെറ്റിനകത്തുള്ള ആൾക്കാർ കഴിഞ്ഞില്ലേ. സോ സെറ്റ് അവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ സെറ്റ് ക്ലോസ്. സോ നോക്കുക, നമ്മുടെ മലയാളം എന്ന് പറയുന്ന വേർഡിന്റെ ലെറ്റേഴ്സ് ആണ് ആ എഴുതിയിരിക്കുന്നത്. എത്ര തവണ വരുന്നതെന്ന് നമുക്ക് ഐഡിയ കിട്ടൂല അവിടെ. ഓക്കെ അല്ലേ. സോ ഞാൻ ഇങ്ങനെ എഴുതിയ സാധനത്തിൽ തിരിച്ച് ഇങ്ങോട്ട് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയായിരിക്കും. കാരണം അവിടെ നോക്കി നിങ്ങൾക്ക് മലയാളം കാണാൻ പറ്റില്ല. ഉണ്ടോ, ഇല്ല. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് പ്രോപ്പർട്ടി നിങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കണം. എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി നിങ്ങളാണ്. അപ്പൊ ഫസ്റ്റത്തെ ആൽഫബറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ABCD ഓർഡറിലല്ല ഇത് കൊടുത്തിരിക്കുന്നത്. ആണോ, അല്ല. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടേണ്ടി വരും. അപ്പൊ 2 4 വെച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഈവൻ നമ്പേഴ്സ് ലെസ് ദാൻ 6 എന്ന് പറഞ്ഞാല് സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് അല്ല, ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 6 എന്നോ 5 എന്നോ പറഞ്ഞാൽ നിങ്ങൾക്ക് 2 4 കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടൂല. കിട്ടോ, ഇല്ല. അപ്പൊ നമുക്ക് ഇതിന് പിന്നെ നമുക്ക് വോവൽസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ തിരിച്ച് ഇങ്ങോട്ട് പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് ഇങ്ങോട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെന്നെ ആവണമെന്നില്ല, വേറെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് റോസ്റ്റർ ഫോമിൽ നേരെ തിരിച്ച് സെഗ്മേറ്റർ ഫോമിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, അതിനുശേഷം ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ ഈക്വൽ ടു സെറ്റിനകത്ത് നോക്കുക 5 10 15 20 എന്തെങ്കിലും പ്രോപ്പർട്ടി കാണുന്നുണ്ടോ? ആ നമ്പേഴ്സിന് എന്ത് പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? 5 10 15 20 അത് 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഫസ്റ്റിലുള്ള ആദ്യമുള്ള 4 മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ നമുക്ക് ഇതിനെ പല രീതിയിൽ വെച്ച് എഴുതാൻ പറ്റും. അതിൽ 2 രീതി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ multiple of 5. X is a multiple of 5 less than 21. 21ന്റെ താഴെ ഉള്ളത് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? 21ന്റെ താഴേക്ക് എന്ന് പറയുന്ന സമയത്ത് ആ 5ന്റെ താഴെ 0 -5 -10 ഇതൊക്കെ എന്താണ് 5ന്റെ മൾട്ടിപ്പിൾസ് തന്നെയാണ്. അപ്പൊ അതൊക്കെ അതിനകത്ത് കടന്നു വരും. അപ്പൊ പ്രോപ്പർട്ടി എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള പ്രോപ്പർട്ടി അല്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്.
സോ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം, മൾട്ടിപ്പിൾ എന്ന് പറയുന്നതിന് പകരം മൾട്ടിപ്പിൾ ഓഫ് 5, എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആൻഡ് 0 ഇങ്ങനെ പറയുക, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 21 ഇങ്ങനെ കൊടുക്കാം. 21ന്റെയും 0ന്റെയും ഇടയിലുള്ള 5ന്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ എന്ത് കിട്ടി, 0ന്റെയും 21ന്റെയും ഇടയിലാണെന്ന് കിട്ടി, 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് കിട്ടി. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾസ് ഫുൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് 0, 5, 10 അങ്ങോട്ട് പോകുന്ന, അതേപോലെ -5, -10 ഇതൊക്കെ വരും. അതിനകത്ത് 0ന്റെയും 21ന്റെയും ഇടയിൽ എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെയാ വരിക, കറക്റ്റ് ആയിട്ട് 5, 10, 15, 20 എന്നതിൽ അവസാനിക്കും. അതിനപ്പുറത്തോട്ട് പോലെ, കാരണം എന്താ, ലെസ് ദാൻ 21. അതേപോലെ 5ന്റെ മുമ്പോട്ട് വരില്ല, എന്തുകൊണ്ടാ, 0 ലെസ് ദാൻ. അവിടെ 0 എന്ന് കൊടുക്കാൻ നിർബന്ധമില്ല, 4 ലെസ് ദാൻ എന്ന് കൊടുത്താലും മതി, 4 ലെസ് ദാൻ എക്സ് കൊടുത്താലും മതി, നോ പ്രോബ്ലം. സോ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതൊരു വേണം, ഇത് നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5 into n. 5n ശ്രദ്ധിക്കുക, സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 5n എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് 5 into n, 5 കൊണ്ട് n നെ മൾട്ടിപ്ലൈ ചെയ്തതാണ് എക്സ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയേണ്ടത് എക്സ് ഈസ് എ എന്നല്ല പറയേണ്ടത്, ഈ n എന്താണെന്നാണ് പറയേണ്ടത്. ശ്രദ്ധിക്കുക, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു പറഞ്ഞ ഒരു ഇക്വേഷൻ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ അതിന് ശേഷം പറയേണ്ടത് n ആരാണെന്നാണ് പറയേണ്ടത്, അല്ലാതെ എക്സ് ആരാണെന്ന് എനിക്ക് പറയരുത്. എക്സ് എന്ന് പറയുന്നത് എന്താ, 5നെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അപ്പൊ n ആരാ, n എന്ന് വെച്ചാൽ നമ്മുടെ n ന് വാല്യൂ 1 കൊടുത്താൽ എന്താ, 1 into 5 5 കിട്ടും. n ന്റെ വാല്യൂ 2 കൊടുക്കുമ്പോൾ 2 into 5 10 കിട്ടും. n ന്റെ വാല്യൂ 3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, എന്ത് കിട്ടും, n ന്റെ വാല്യൂ 3 കൊടുത്താൽ 3 into 5 15 കിട്ടും. 4 കൊടുത്താൽ 4 into 5 20 കിട്ടും. അപ്പൊ എന്തൊക്കെയാണ് n ന്റെ വാല്യൂ വരേണ്ടത്, 1 2 3 4. അപ്പൊ 1 2 3 4 അത് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ, ആദ്യത്തെ 4 നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, n എന്താണ് പറയാം, n ഈസ് എ നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം ഒരിക്കലും തീരാ 0ന്റെ ചോട്ടേക്ക് പോകില്ല, 1 2 3 ആണ്ടേ പോകുള്ളൂ. 4ൽ സ്റ്റോപ്പ് ചെയ്യണം, എന്ത് ചെയ്യാം, ലെസ് ദാൻ, എന്തിനേക്കാൾ താഴെയാണ്, ലെസ് ദാൻ. 4ൽ സ്റ്റോപ്പ് ചെയ്യണം, അപ്പൊ ലെസ് ദാൻ 5 വരാം, ലെസ് ദാൻ 6 പറയുന്നത് കേട്ടോ, കാരണം ലെസ് ദാൻ 6 പറഞ്ഞാൽ എന്ത് വരും, 5 അതിനുള്ളിൽ കയറി വരും. അപ്പൊ ലെസ് ദാൻ എന്ത് 5, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയാം. അപ്പൊ 4ഉം 4ന്റെ താഴേക്ക് വരും. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ശ്രദ്ധിക്കുക, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 5n. ഇനി നമ്മൾ n നെ കുറിച്ചാണ് പറയേണ്ടത്. ഞാൻ പറഞ്ഞു n ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് വലിച്ചു വാരി എഴുതുന്നതിന് പകരം ഞാൻ സിമ്പിൾ ആയിട്ട് എഴുതുന്നു n ബിലോങ്സ് ടു n. ഇത് എവിടെയെങ്കിലും കണ്ടിരുന്നു നേരത്തെ, ഇതെന്തായിരുന്നു, നാച്ചുറൽ നമ്പറിന്റെ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത സാധനമാണ് n. അപ്പൊ n ബിലോങ്സ് ടു n എന്ന് പറഞ്ഞാൽ എന്താ, ഈ n-ലുണ്ട്, ഈ ചെറിയ n ഈ സെറ്റ് n-ലുണ്ട്. ഈ സെറ്റ് n-നുള്ളിലുള്ള ആൾക്കാർ ആരൊക്കെയാ, 1 2 3 4 5 6 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്. അപ്പൊ n അതിന്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ എന്താ, n അതിനുള്ളിലുള്ള ഒരു ആളാണ്. അതിനുള്ളിലുള്ള ആൾക്കാർ ആരാ, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ n ഈസ് എ നാച്ചുറൽ നമ്പർ നമ്മൾ എഴുതിയ എത്രയും എഴുതിയില്ലേ, n ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് വലിച്ചു വരെ എഴുതുന്നതിന് പകരം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന സാധനമാണ് n ബിലോങ്സ് ടു n. എന്താ, n ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് വായിക്കാം. ക്ലിയർ? അപ്പൊ n ഈസ് എ നാച്ചുറൽ നമ്പർ എന്നായി. എല്ലാ നാച്ചുറൽ നമ്പറും പറ്റുമോ, 1ഉം 2ഉം 3ഉം 4ഉം മാത്രമേ പാടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. n കൂടെ കൊടുക്കുക, n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് കൊടുക്കാം. n 4 4ന്റെ താഴെയുള്ള നാച്ചുറൽ നമ്പർ ആണ്. ശ്രദ്ധിക്കുക, നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും 1ന്റെ ചോട്ടിലോട്ട് പോകുന്നില്ല. സോ 1 2 3 4 അവിടെയാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. സോ n ലെസ് ദാൻ ഓർ ഈക്വൽ 4 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ n ലെസ് ദാൻ 5 എന്ന് കൊടുത്താലും നോ പ്രോബ്ലം. ക്ലിയർ? അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെ എങ്കിലും പറഞ്ഞു കൊടുക്കുക. റെഡി അല്ലേ? സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ ബിയും സിയും ഡിയും നിങ്ങളൊന്ന് എഴുതി നോക്കൂ. ബി എന്ന് നോക്കാം. ആദ്യം നിങ്ങൾ അവിടെ പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്തെടുക്കുക. നമ്മുടെ പ്രോപ്പർട്ടി എന്താണ്, ദിസ് ഈസ് 1, ദിസ് ഈസ് 8, ദിസ് ഈസ് 27, ദിസ് ഈസ് 64. അവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എനിക്ക് മനസ്സിലാകുന്നത് ഇത് 1ന്റെ ക്യൂബാണ്, ഇത് 2ന്റെ ക്യൂബാണ്, ഇത് 27 എന്ന് പറയുന്നത് 3ന്റെ ക്യൂബാണ്, 64 എന്ന് പറയുന്നത് ആരുടെ ക്യൂബാണ്, 4ന്റെ ക്യൂബ്. സോ ദിസ് ഈസ് 1 ക്യൂബ്, ദിസ് ഈസ് 2 ക്യൂബ്, ആൻഡ് ദിസ് ഈസ് 3 ക്യൂബ്, ആൻഡ് ദിസ് ഈസ് വാട്ട് 4 ക്യൂബ് എക്സെട്ര. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരുപാട് ആൾക്കാരുണ്ട്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ കണ്ടാൽ നമുക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഉണ്ട്. എന്താണത്, അത് n ക്യൂബ് എന്ന് പറയുന്ന ഫോർമുല.
അതായത് ഒരു നാച്ചുറൽ നമ്പർ 1 2 3 4 5 6 എന്ന നാച്ചുറൽ നമ്പറുകളുടെ എല്ലാം ക്യൂബുകളാണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൻ ക്യൂബ് എന്ന് കൊടുത്തു. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പറിന്റെ ക്യൂബ്. അത് നാച്ചുറൽ നമ്പർ ആണ് നമ്മൾ അപ്പുറത്ത് പറയണം. അപ്പൊ എന്ത് ചെയ്യാം, കോമ എൻ എന്താണ്, എൻ ഈസ് എ നാച്ചുറൽ നമ്പർ. എൻ ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് വരെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, എൻ ബിലോങ്സ് ടു എൻ എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഞാൻ ഇതിന്റെ ആൻസർ ഞാൻ വേറെ രണ്ടെണ്ണം എഴുതി വരുന്നുണ്ട്. അതിൽ മൂന്നാമത്തെ ആൻസർ ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ. ഇതും എഴുതിയാൽ നോ പ്രോബ്ലം. സോ ആ തേർഡ് കൊണ്ടാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻറ്റ്, എന്താ പറയുക, നല്ല ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൻ ക്യൂബ് ഓവർ എൻ ബിലോങ്സ് ടു എൻ എഴുതിയാൽ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആയി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്നിനകത്ത്, ഈ എന്നിനകത്ത് എന്തൊക്കെയുണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 എക്സെട്രാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും അത് എന്നിന്റെ വാല്യൂസ് ആണ്. അപ്പൊ എന്നിന്റെ വാല്യൂ 1 നോക്കുമ്പോൾ 1 ക്യൂബ് അതെന്താണ്, 1 ആണ്. എക്സിന്റെ വാല്യൂ 1 സെറ്റിന്റെ ഉള്ളിലുണ്ട്. അടുത്തത് 2 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ഇതിന്റെ ഉള്ളിലുണ്ട്, n അതിനകത്തുള്ള ആൾക്കാരാണ്. അപ്പൊ 2 എന്ന് പറയുന്നത് എന്നിന്റെ വാല്യൂ ആവാം. അപ്പൊ എന്നിന്റെ വാല്യൂ 2 ആകുന്ന സമയത്ത് ഇത് 2 ക്യൂബ് ആവും. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ 8 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 8 വന്നാൽ സെറ്റിന്റെ ഉള്ളിൽ ആരുണ്ട്, 8 ഉണ്ട്. അടുത്തത് 3 ഇതിനകത്തുണ്ട്. ആ 3 എന്നിന്റെ വാല്യൂ ആവാം. അപ്പൊ 3 കൊടുക്കുമ്പോൾ 3 ക്യൂബ് ആവും. 3 ക്യൂബ് എന്നാ 27. എക്സ് ഇസ് ഈക്വൽ ടു എന്താ 27. അപ്പൊ ഈ സെറ്റിനകത്ത് ആരുണ്ട്, 27 ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരെയും കൂട്ടും. ശ്രദ്ധിക്കാം, ഇവിടെ ഡോട്ട്സ് കണ്ടാൽ നിങ്ങൾ ആ ഡോട്ട്സിന്റെ അപ്പം എന്താ, അത് സ്റ്റോപ്പ് ചെയ്യാതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നോ 5 എന്നോ എഴുതേണ്ട ആവശ്യം ഇല്ല. റെഡി അല്ലേ? നെക്സ്റ്റ് 2 4 8 16 സ്റ്റോപ്പ് എഴുതുന്നുണ്ട്. 2 4 8 16 എന്താ പ്രത്യേകത, ഇത് 2⁻1 ആണ്. ഇത് 2 സ്ക്വയർ ആണ്. ഇത് 2ന്റെ ക്യൂബ് ആണ്. ഇത് 2⁻4 ആണ്. അതായത് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് കിട്ടും. അതിന് വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അതിന് വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അങ്ങനെ പോവുകയാണ്. പക്ഷെ അത് സ്റ്റോപ്പ് ആവുന്നുണ്ട്, കാരണം ഡോട്ട്സ് അവിടെ കാണുന്നില്ല. അപ്പോ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. 2⁻1 2⁻2 2⁻3 2⁻4. ശ്രദ്ധിക്കുക, ഇതിൽ 1 2 3 4 എന്ന ഓർഡറിൽ സാധനം പോകുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ നേരത്തെ ഇതിപ്പോ ഇതിൽ ചോദിച്ചത് ബേസ് ആയിട്ടായിരുന്നു 1 2 3 4 പോയിരുന്നെങ്കിൽ ഇവിടെ പവർ ആണ് 1 2 3 4 പോകുന്നത്. കണ്ട നിങ്ങൾ 2ന്റെ പവേഴ്സ് ആണ്. 2ന്റെ പവറിലാണ് നിങ്ങൾക്ക് 1 2 3 4 എന്ന് പറയുന്നത് ആ ഓർഡറിൽ പോകുന്നത്. എങ്കിൽ നമുക്ക് ഇത് എങ്ങനെ എഴുതാം, നമ്മൾ നേരത്തെ ഇത് n ക്യൂബ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം 2 2 2 2 ലോകത്ത് 2 ആണ് 2 1 2 3 4. അപ്പൊ അവിടെ നമുക്ക് n എഴുതി കൊടുക്കാം. ആ 1 2 3 4 എന്നുള്ള സ്ഥാനത്തോടെ എഴുതി കൊടുക്കാം, n എഴുതി കൊടുക്കാം. അപ്പൊ 2⁻n എന്നുള്ള ഫോമിലാണ്. സോ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് വരിക, 2⁻n, 2ന്റെ പവേഴ്സ്. അപ്പൊ എന്നിന്റെ വാല്യൂ ഞാൻ 1 കൊടുക്കുമ്പോൾ 2⁻1 2, എക്സിന്റെ വാല്യൂ 2 എന്ന് കിട്ടും. എക്സ് 2 ഫസ്റ്റ് വന്നിട്ടുണ്ട്. അടുത്ത 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ വരും, അത് ഇവിടെ 4 ആവും. 4 അവിടെ വന്നിട്ടുണ്ട്. 3 കൊടുക്കുമ്പോൾ 2 ക്യൂബ്, അത് എന്താണ് 8, അത് അതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ 4 എന്ന് കൊടുക്കുമ്പോൾ 2⁻4, അതാരാണ് 16 വന്നിട്ടുണ്ട്. ഇവിടെ 5 എന്ന് കൊടുക്കാൻ പറ്റില്ല, കാരണം ഈ മെമ്പേഴ്സ് ഇല്ല. അപ്പൊ ഏതൊക്കെ വരാം, എന്നിന്റെ വാല്യൂ വരാം 1 2 3 4. അപ്പൊ ഇനി എന്നിനെ കുറിച്ച് നമുക്ക് പറയണം. n എന്താണ്, 1 2 3 4 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 4 4ന്റെ ചോട്ടിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. n ബിലോങ്സ് ടു n സച്ച് ദാറ്റ് അതിന്റെ കൂടെ നമ്മൾ എഴുതി കൊടുക്കുക n ലെസ് ദാൻ 5 എന്നോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നോ എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം. സോ ദാറ്റ് ഇസ് ദ ആൻസർ. ഇത് വേണം കേട്ടോ, ഞാൻ ഇത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. ഇനി അടുത്ത ലാസ്റ്റ് 1 4 9 16 25 എന്താ തോന്നുന്നത്, 1 4 9 സ്ക്വയർ കണക്കുന്നില്ലേ, ഇതാര സ്ക്വയർ 1 സ്ക്വയർ, ഇതാര സ്ക്വയർ 2 സ്ക്വയർ, ഇതാര സ്ക്വയർ 3 സ്ക്വയർ, ഇത് 4 സ്ക്വയർ, ഇത് 5 സ്ക്വയർ. സ്റ്റോപ്പ് ആയി. ഓക്കെ, സോ 1 2 3 4 എവിടെയാണ്, ബേസിലാണ് കിടക്കുന്നത്. സോ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം, ബേസിലാണ് 1 2 3 4. സോ അവിടെ n എന്ന് കൊടുക്കുന്നു. എല്ലാത്തിനും സ്ക്വയർ 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 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അവിടെ മേലെ എന്ത് കൊടുക്കുക, സ്ക്വയർ. സോ n സ്ക്വയർ ഫോമിലാണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, സെറ്റ് ഫോർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു n സ്ക്വയർ. ഇനി n എന്താ, 1 2 3 4 5 1 2 3 4 5. സോ എന്ത് ചെയ്ത് കൊടുക്കാം, n belongs to n such that n is less than or equal to 5. 5 വരെ 5 ചോട്ടിലേക്കുമുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും. സോ ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ സെറ്റ് ഫോമിനെ റോസ്റ്റർ ഫോമിലേക്ക് ആക്കാനും അതിന് തിരിച്ച് ഇങ്ങോട്ടാക്കാനും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പ്രോപ്പർട്ടി അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതി കൊടുക്കാം. നിങ്ങളെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് അതേ രീതിയിൽ നിങ്ങൾ ചെയ്യുക. ശ്രദ്ധിക്കണം, നിങ്ങൾ ഇതിന് ശേഷം
ഇത് അങ്ങോട്ടാക്കാൻ ശ്രമിക്കുക. അതായത് ഇങ്ങനെ എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് ആ സെറ്റിനെ അങ്ങോട്ട് ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ എഴുതിയത് തെറ്റാണ്. ഇതല്ലാതെ വേറെ ഒന്നും വരരുത്. ഒരിക്കലും മെമ്പേഴ്സ് എക്സ്ട്രാ ഇതിനകത്തുള്ള മെമ്പേഴ്സിന് പുറമെ ആരും വരരുത്. ഇതിനകത്ത് ആരും മിസ്സിങ് ആവരുത്. കറക്റ്റ് അതന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് ആൻസർ ആവുള്ളൂ. കാരണം ആ റൂള് കൃത്യമായിരിക്കണം. റെഡി? അപ്പോ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് സെറ്റ്സ്. അപ്പൊ നമുക്ക് ഏതൊക്കെ ടൈപ്പ് സെറ്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടൈപ്പ് ആണ് എം ടി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്. എന്താണ് എം ടി സെറ്റ്? പേര് കേട്ടാൽ തന്നെ അറിയാം, എം ടി ആയിട്ടുള്ള സെറ്റ്. അത് തന്നെയാണ് എം ടി സെറ്റ് എന്ന് വെച്ചാൽ എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ്. ഒരു സെറ്റ് ഉണ്ട്, ആ സെറ്റിനകത്ത് ഒരു എലമെന്റും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എം ടി സെറ്റ്. അല്ലെങ്കിൽ എന്ന് വിളിക്കാം നൾ സെറ്റ്. ചിലപ്പോൾ വോയിഡ് സെറ്റ് എന്ന് വിളിക്കാറുണ്ട്. വോയിഡ് സെറ്റ്. അപ്പോൾ എം ടി സെറ്റ് ആണ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ടേം. നൾ സെറ്റ് എന്ന് പറയാറുണ്ട്. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ, ഡിനോട്ട് ചെയ്യുന്ന ഒരു രണ്ട് രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, ഇങ്ങനെ സെറ്റ്, കാലി സെറ്റ്, നമ്മൾ ആ ബ്രേസസ് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് അതിനകത്ത് ആരില്ല എന്ന് കാണിച്ചാൽ ഇതെന്താണ്? എം ടി സെറ്റ് എന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് ഇങ്ങനെ 5, നിങ്ങൾ ഗ്രീക്ക് ലെറ്ററാണ് 5, ആ 5 വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ 5 വെച്ച് എന്താണ്? എം ടി സെറ്റിന്റെ വേറെ റെപ്രസെന്റേഷൻ ആണ്. സോ 5ഉം കാണാറുണ്ട്, ഇങ്ങനെയും കാണാറുണ്ട്. സോ രണ്ടും കൂടി കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഇനി ഒരു സെറ്റിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ 5 എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ഇത് എം ടി സെറ്റ് അല്ല. എം ടി സെറ്റ് എന്ന് പറയുന്ന സെറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒന്നും എഴുതാൻ പാടില്ല. ഇത് ഞാൻ സെറ്റ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ 5 എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താ? 5 എന്ന ഒരാള് അടങ്ങുന്ന സെറ്റ് എന്നാണ്. അപ്പൊ ഈ സെറ്റിന്റെ ഉള്ളിൽ ഒരാളുണ്ട്. ആരുണ്ട്? 5 ഉണ്ട്. അപ്പൊ ഇത് എം ടി സെറ്റ് ആണോ? അല്ല. അപ്പൊ ഒന്നുകിൽ 5 മാത്രം ഇടണം, അല്ലെങ്കിൽ സെറ്റ് ഇങ്ങനെ കാലിയാക്കി ഇടണം. അപ്പൊ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടും കൂടി യൂസ് ചെയ്തുകൊണ്ട് എം ടി സെറ്റ് എന്ന് വിചാരിച്ചു വെക്കരുത്. സോ ദിസ് ഈസ് സിംഗിൾട്ടൺ സെറ്റ്. എന്താ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം. സിംഗിൾട്ടൺ സെറ്റ് ഈസ് എ സെറ്റ് കണ്ടെയ്നിങ് എ സിംഗിൾ എലമെന്റ്. ഒരു സെറ്റിനകത്ത് ഒരു സിംഗിൾ എലമെന്റ്, ഒരു എലമെന്റ് മാത്രം കണ്ടെയ്ൻ ചെയ്താൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ്. അപ്പൊ സെറ്റ് ഞാൻ ഇട്ടു എ ഈക്വൽ ടു, സെറ്റിന്റെ ഉള്ളിൽ ഒരു 2 മാത്രം എഴുതിയാൽ ഇതൊരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. ബി ഈക്വൽ ടു, സെറ്റിന്റെ ഉള്ളിൽ ഞാൻ എ എന്ന് മാത്രം എഴുതിയാൽ ദിസ് ഈസ് സിംഗിൾട്ടൺ സെറ്റ്. ഇതെന്താണ്? ഒരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. അപ്പൊ എം ടി സെറ്റ് നിങ്ങൾക്ക് എപ്പോഴും ഈ രൂപത്തിൽ തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. set of all a equal to set of all x such that x belongs to n. x ഒരു നാച്ചുറൽ നമ്പർ ആണ്. അതിന്റെ കൂടെ ഇതാണ് x less than 0 എന്ന് കൂടി. എന്താണ്? x 0നേക്കാൾ താഴെയാണ് x ഒരു നാച്ചുറൽ നമ്പർ ആണ്. 0ന്റെ താഴെയുള്ള നാച്ചുറൽ നമ്പർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നാച്ചുറൽ നമ്പർ എന്താ? 1 2 3 4 5 6 നമ്മൾ കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് എന്ത്? നാച്ചുറൽ നമ്പേഴ്സ്. 0ന്റെ താഴെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നാച്ചുറൽ നമ്പർ നമുക്ക് ഇല്ല. സോ എന്താണ്? സെറ്റ് എന്താണ്? സെറ്റിനുള്ളിൽ ആരും ഇല്ല. കാരണം എന്താ? ഒരു നമ്പറും എക്സ് ആയി വരൂല. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു നമ്പർ ഇല്ലാത്തത് കൊണ്ട് അതെന്താണ്? എം ടി സെറ്റ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിലോ 5 എന്ന് വേണമെങ്കിലും എഴുതി കൊടുക്കാം. സോ മെമ്പേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എം ടി സെറ്റ്. എക്സാക്ട്ലി 1 മെമ്പർ ആണ് ഉള്ളതെങ്കിൽ അതെന്താണ് സിംഗിൾട്ടൺ സെറ്റ്. ഇനി നിങ്ങൾക്ക് ചില എൻട്രൻസിൽ ചിലപ്പോൾ ചോദിക്കുന്ന സാധനം ഉണ്ട്. എന്ത് നോക്കാം? ഒരു സെറ്റ് എ ഉണ്ട്, ആ സെറ്റിന്റെ ഉള്ളിൽ ആരാളും നോക്കിക്കൊടുക്കാം, കൃത്യമായിട്ട് നോക്കിക്കൂടി. സെറ്റ്, ആ സെറ്റിന്റെ ഉള്ളില് വേറൊരു സെറ്റ്, ആ സെറ്റിന്റെ ഉള്ളില് ഒരു എ ഉണ്ട്, ബി ഉണ്ട്. എന്റെ ചോദ്യം, എ എന്ന സെറ്റിന്റെ ഉള്ളിൽ എത്ര ആൾക്കാരുണ്ട്? ശ്രദ്ധിച്ചോടെ, എ എന്ന സെറ്റിന്റെ ഉള്ളിൽ എത്ര ആൾക്കാരുണ്ട്? എന്റെ ബ്രാക്കറ്റ് ഞാൻ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടുണ്ട്. ആ ബ്ലാക്ക് കളറിൽ കാണിച്ചിട്ടിരിക്കുന്ന ആ ഒരു സാധനത്തില് ഒരാളാണ് ആര്? ഈ കാണുന്ന ആള്. ആര്? എ ബി എന്ന സെറ്റ് ഒരു എന്താ പറയാ, ഒരാളാണ്. ആ ഒരാളടങ്ങുന്ന സെറ്റാണ് ഇത്. ശ്രദ്ധിച്ചോളി, എയും ബിയും രണ്ടാൾക്കാരെന്ന് പറയുന്നത് എന്താ? ഇത് 2 എലമെന്റ് ഉള്ള സെറ്റ് ആണെന്ന് പറയരുത്. ഇതിലുള്ള മെമ്പേഴ്സ് ആരെച്ചാൽ എയും ബിയും ആണെന്ന് പറയരുത്. എ കോമ ബി എന്ന സെറ്റാണ് എന്ത്? അതിനുള്ളിലുള്ള ഒരേ ഒരു മെമ്പർ. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ആ സെറ്റ്, ഈ വലിയ സെറ്റ്, ഫസ്റ്റ് ആ ബ്ലാക്ക് കളറിൽ ഞാൻ എഴുതിയിരിക്കുന്ന ആ സെറ്റ് ഉണ്ടല്ലോ, ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന ആ സെറ്റിന്റെ പുറമെ ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന എ കോമ ബി എന്ന് എഴുതിയിരിക്കുന്ന ഈ സെറ്റിന്റെ കൂടാതെ ഒരു കോമ ഇട്ടിട്ട് ഞാൻ സെപ്പറേറ്റ്, ഇതിന്റെ കൂടെ ഒരു കോമ ഇട്ടിട്ട് ഞാൻ ഇവിടെ ഞാനൊരു സി എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ കോമ, അതായത് ഈ സെറ്റിന്റെ അകത്തുള്ള ഈ കോമയാണ് നിങ്ങളുടെ കൗണ്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്. അപ്പൊ സെറ്റിനുള്ളിൽ എത്ര ആൾക്കാരുണ്ട്? 2 ആൾക്കാർ.
അപ്പോഴും ഇവിടെ 1 2 3 മൂന്നാണെന്ന് പറയുന്നത്. ഈ സെറ്റിനുള്ളിലുള്ള മെമ്പേഴ്സ് എത്ര എണ്ണമാണ് വരുന്നത്? 1 2. ഈ സെറ്റിനകത്ത് എത്ര പേരുണ്ട്? ഓൺലി 1. സോ ഇത് എന്ത് സെറ്റാണ്? സിംഗിൾട്ടൺ സെറ്റാണ്. അപ്പൊ സിംഗിൾട്ടൺ സെറ്റ് ആണോ അല്ലേ എന്ന് ശ്രദ്ധിക്കണം. അത് സെറ്റ് ഏറ്റവും ഔട്ട്സൈഡ് സെറ്റിന്റെ ഉള്ളിലാണ് നിങ്ങൾ എണ്ണേണ്ടത്. ഒരിക്കലും അതിന് ഈ സെറ്റിന്റെ ഉള്ളിലേക്ക് പോയിട്ട് എണ്ണി വെക്കരുത്. റെഡി? ഇപ്പൊ നെക്സ്റ്റ് ടൈപ്സ് ആണ് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ്, ഇൻഫിനിറ്റ് സെറ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ്. എ സെറ്റ് വിച്ച് ഈസ് എംപ്റ്റി. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എ സെറ്റ് വിച്ച് ഈസ് എംപ്റ്റി ഓർ കണ്ടെയ്നിങ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പൊ എംപ്റ്റി സെറ്റും എന്തെന്നെയാണ്? ഫൈനൈറ്റ് സെറ്റിന്റെ കൂട്ടത്തിൽ പെട്ട സെറ്റാണ്. അതായത് ഒരു എലമെന്റും ഇല്ലാത്ത കാലി സെറ്റ്, അതെന്താണ്? ഫൈനൈറ്റ് സെറ്റ് ആണ്. ഒന്നെങ്കിൽ ഒരു സെറ്റിനകത്ത് ഒരു എലമെന്റ് ഉണ്ടാവരുത്, അല്ലെങ്കിൽ 1 എലമെന്റ്, അല്ലെങ്കിൽ 2 എലമെന്റ്, അല്ലെങ്കിൽ 3 എലമെന്റ്. എത്ര എലമെന്റ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ that set is finite set. സോ നമുക്ക് സെറ്റ് എഴുതിയിട്ട് ആ സെറ്റിനകത്ത് എന്തൊക്കെയാണ് എലമെന്റ്സ് 1 2 3 4 5 എന്ന് നമുക്ക് ഒരു ഐഡിയ എത്ര എണ്ണം ഉണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ്, അത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് സെറ്റ്. അപ്പോ 5b = empty സെറ്റ്, അതും തന്നെയാണ് ഫൈനൈറ്റ് സെറ്റ് തന്നെയാണ്. ഇൻഫിനിറ്റ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ that set containing infinite number of elements. പിടിച്ചാൽ കിട്ടൂല. സോ ഒരു സെറ്റ് ഞാൻ എടുക്കുന്നു, c = സെറ്റിന്റെ ഉള്ളിൽ 1 4 9 etc. 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ. അപ്പൊ പോയിക്കൊണ്ടിരിക്കണം. ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എക്സെട്ര എന്ന് പറഞ്ഞ് പോവാണ്, അത് പിടിച്ചാൽ കിട്ടൂല. സോ എന്താണ് ഇൻഫിനിറ്റ് സെറ്റ്? നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്ന ഈ z, ഈ n, q, r ഇതൊക്കെ എന്താണ്? ഇൻഫിനിറ്റ് സെറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഫിനിറ്റ് സെറ്റുകളാണ്. റെഡി? നെക്സ്റ്റ് സെറ്റ്സ് ആണ് ഇക്വിവാലന്റ് സെറ്റ് ആൻഡ് ഈക്വൽ സെറ്റ്. ഇക്വിവാലന്റ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ്സ് കണ്ടെയ്നിങ് സെയിം നമ്പർ ഓഫ് എലമെന്റ്സ്. അതായത് രണ്ട് സെറ്റുകൾ ഉണ്ടെങ്കിൽ രണ്ട് സെറ്റിന്റെയും കാർഡിനാലിറ്റി സെയിം ആണ്. എന്താണ് കാർഡിനാലിറ്റി? ഞാൻ ഡിസ്കസ് പറയാൻ വിട്ടുപോയതാണ്. കാർഡിനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എ ഇസ് സെറ്റ്, സെറ്റിന്റെ ഉള്ളിൽ 1 2 3 4 5 ഈ 5 എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ കാർഡിനാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ പറയാമോ? കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് എലമെന്റ്സ്. ഞാൻ എലമെന്റ്സിനെ ഷോർട്ട് ആക്കുകയാണ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. എ എന്ന സെറ്റിന്റെ ഉള്ളിൽ എത്ര ആൾക്കാരുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് കാർഡിനാലിറ്റി. ഓക്കെ അല്ലേ? ചിലപ്പോൾ ഓർഡർ എന്നും പറയാറുണ്ട്. സോ ഈ സെറ്റിനകത്ത് എത്ര എണ്ണം ഉണ്ട്, എത്ര ആൾക്കാരുണ്ട്? ഇവിടെ 5 ആൾക്കാരുണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 5 ആൾക്കാരുണ്ട്. ഞാൻ ബി എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്നു. ആ ബി എന്ന് പറയുന്ന സെറ്റിനുള്ളിൽ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. അപ്പൊ എന്റെ ചോദ്യം, ഇതിന്റെ കാർഡിനാലിറ്റി എന്താ? ബിയുടെ കാർഡിനാലിറ്റി ഈസ് 5. എന്റെ കാർഡിനാലിറ്റി എന്താണ്? കാർഡിനാലിറ്റി ഓഫ് എ ഈസ് ഹിയർ ഈസ് ഓൾസോ 5. രണ്ടിന് കാർഡിനാലിറ്റി സെയിം ആയ, രണ്ട് സെറ്റുകളുടെ എലമെന്റ്സിന്റെ എണ്ണം സെയിം ആയ അതിനെ വിളിക്കാം ഇക്വിവാലന്റ് സെറ്റ്. അതായത് സെയിം സെറ്റ് അല്ല, ഒരേ എണ്ണമുള്ള സെറ്റ്സ്. ക്ലിയർ? ഈക്വൽ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിലും ഒരേ എലമെന്റ്സ് തന്നെ ആയിരിക്കണം. അതായത് എയും ബിയും എന്തല്ല? ഈക്വൽ സെറ്റ്സ് അല്ല, ഇക്വാലന്റ് സെറ്റ്സ് ആണ്. എന്നാൽ സി ഈക്വൽ ടു സെറ്റിന്റെ ഉള്ളിൽ നമുക്ക് first of all x such that x belongs to n. x ഒരു നാച്ചുറൽ നമ്പർ ആണ്. x less than 6 എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? എന്താ? x ഒരു നാച്ചുറൽ നമ്പർ ആണ്. 6ന്റെ താഴെയുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എന്തൊക്കെയാണ് വരും? 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരില്ല. അപ്പൊ എന്തൊക്കെയുണ്ട് അതിനകത്ത്? 1 2 3 4 5. ഇത് എന്തെന്നെയാണ്? സെറ്റ് എ തന്നെയാണ്. സോ സിയും എയും എന്താണ്? സെയിം ആണ്. ഓക്കെ. അപ്പൊ ഈക്വൽ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിന്റെയും മെമ്പേഴ്സ് എല്ലാം സെയിം ആയിരിക്കണം. ഇനി ഇക്വാലന്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിന്റെ കാർഡിനാലിറ്റി സെയിം ആയാൽ, അതിന്റെ മെമ്പേഴ്സിന്റെ എണ്ണം സെയിം ആയാൽ നമുക്ക് വിളിക്കാം ഇക്വിവാലന്റ് സെറ്റ്. ക്ലിയർ? സബ്സെറ്റ്, സൂപ്പർ സെറ്റ് ആൻഡ് പ്രോപ്പർ സബ്സെറ്റ്. വാട്ട് ഈസ് സബ്സെറ്റ്? A set A is said to be a subset of the set B if every element of the set A is also belongs to B, is also an element of B. അപ്പോൾ A എന്നൊരു സെറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ട്. ആ സെറ്റിനുള്ളിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു 1 2 3 ഉണ്ടെന്ന് വിചാരിക്കാം. ബി എന്ന് പറഞ്ഞ ഒന്നും കൂടെ വലിയ ഒരു സെറ്റ് എടുക്കുകയാണ്. ആ സെറ്റിനുള്ളിൽ നേരത്തെ പറഞ്ഞ 1ഉം 2ഉം 3ഉം പുറമെ എക്സ്ട്രാ കുറച്ച് ആൾക്കാരുണ്ട് വിചാരിക്കാം. ഒരു 4 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ടെന്ന് വിചാരിച്ചോളെ. ഇപ്പൊ നോക്കാം. A set A is said to be a subset of set B if every element of A. അപ്പൊ A ലുള്ള എലമെന്റ്സ് ആയിരിക്കാം 1 2 3. അപ്പൊ every element of A is also an element of B. അപ്പൊ ആ നേരത്തെ പറഞ്ഞ എലമെന്റുകൾ എവിടെയുണ്ട്? B എന്ന് പറയുന്ന സെറ്റിനുള്ളിൽ ഉണ്ടെങ്കിൽ
ആ എഴുതിയിരിക്കുന്ന സെറ്റ് ഈ എഴുതിയിരിക്കുന്ന സെറ്റിന്റെ ഒരു സബ് സെറ്റ് ആണ് എന്ന് പറയാം. അതായത് ഇതിന്റെ കുറച്ച് ആൾക്കാരെ മാത്രം ഉപയോഗിച്ച് എഴുതിയ, കുറച്ച് ആൾക്കാരെ മാത്രം ഒരു സെറ്റ് ആക്കിയതാണ് എന്ത്, ആ എ എന്ന് പറയുന്നത് നമുക്ക് പറയാം. സോ ഇതിന്റെ സബ്സെറ്റ് ആണ് ആര്, എ. അപ്പൊ എ ഈസ് എ സബ് സെറ്റ് ഓഫ് ആര്, ബി. അപ്പൊ റെപ്രസെന്റ് ചെയ്യുന്നതാ എ ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ബി എന്നിട്ട് ഇങ്ങനെ എഴുതാം. എ ഈസ് എ സബ് സെറ്റ് ഓഫ് ബി. ബി എന്ന സെറ്റിന്റെ ഉള്ളിലുള്ള കുറച്ച് ആൾക്കാരെ മാത്രം സെറ്റ് ആണ് ആര്, എ. അല്ലെങ്കിൽ എയിലുള്ള ആൾക്കാർ എല്ലാവരും എവിടെ ഉണ്ട്, ബിന്റെ ഉള്ളിലുണ്ട് എന്ന് പറയാം. സോ ഈ ഒരു റെപ്രസെന്റേഷൻ നമ്മൾ സാധാരണ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എഴുതുന്ന അതേപോലെ തന്നെയാണ്. പക്ഷെ എന്താണ് ഒന്നുകൂടെ റ തിരിച്ചടിച്ചിട്ട് പോലെ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ? ഇനി A denoted by A is a subset of B എന്ന് വായിക്കണ്ട. A is a subset of B എന്ന് വായിക്കാം. സൂപ്പർ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എനെ ബി എന്ന ആളുടെ സബ്സെറ്റ് എന്ന് പറഞ്ഞതിന് പകരം തിരിച്ച് ഈ ബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ സെറ്റ്. ബി ആരുടെ സൂപ്പർ സെറ്റാ, എയുടെ സൂപ്പർ സെറ്റ് ആണ്. ബി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ എന്ന് തിരിച്ച് പറയാം. ഓക്കെ, എ ബിന്റെ സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ബി എന്താണ്, എയുടെ സൂപ്പർ സെറ്റ് ആണ്. അപ്പൊ ഇവിടെ തന്നെ നോക്കാം 1 2 3 അത് ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം എ എന്താ സബ്സെറ്റ് ആരുടെ, ബിയുടെ. ബി എന്താ സൂപ്പർ സെറ്റ് ആരുടെ സൂപ്പർ സെറ്റ്, എയുടെ സൂപ്പർ സെറ്റ്. അപ്പൊ സൂപ്പർ സെറ്റ് പറയുന്ന സമയത്ത് ആരുടെ എന്നും കൂടെ പറയണം. അതായത് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പൊ 2 ലെസ് ദാൻ 3 എന്ന് പറയുന്ന സമയത്ത് രണ്ടെന്താ ചെറുതാണ്, ആരെക്കാളും 3നേക്കാളും ചെറുതാണ്. ഓക്കെ, ഇനി 3 എന്താണ് വലുതാണ്, ആരെക്കാളും വലുതാണ്, 2നേക്കാളും വലുതാണ്. അപ്പുറത്ത് 4 ഇട്ടു, 4നേക്കാളും വലുതാണോ 3, അല്ല. അപ്പൊ നമ്മൾ ഒരു സാധനം വലുതാണ് അല്ലെങ്കിൽ ചെറുതാണെന്ന് പറഞ്ഞ സമയത്ത് ആരെക്കാളും എന്ന് പറയണം. അപ്പൊ സബ്സെറ്റ് സൂപ്പർ സെറ്റ് പറയുന്ന സമയത്ത് എന്ത് പറയണം, ഇത് ആരുടെ സബ്സെറ്റ് ആണ്, ഇത് ആരുടെ സൂപ്പർ സെറ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ആവുള്ളൂ വേർഡ് മീനിങ്. അപ്പോ ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു സി എന്ന് പറയുന്ന എക്സാമ്പിൾ എടുക്കുന്നു. സി എന്ന് പറഞ്ഞാൽ ഞാൻ 1 2 3 4 എടുത്തു. ഇപ്പൊ നോക്കാം, സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഓക്കെ, ആൻഡ് സി ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. അപ്പൊ സി എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ്, പക്ഷെ എയുടെ ആരാ, സൂപ്പർ സെറ്റ് ആണ്. അപ്പൊ ഈ സാധനം ഒരേ സമയം സബ്സെറ്റ് സൂപ്പർ സെറ്റും ആയി. എന്തുകൊണ്ടാ, ഞാൻ ഇതാണ് കൂടെ എടുത്തതെങ്കിൽ ഇതാരായി, സബ്സെറ്റ് ആയി. ഇതിന് കൂടെ എടുക്കുന്നത് അതാണെങ്കിലോ ഇത് സൂപ്പർ സെറ്റ് ആയി. അത് മനസ്സിലായല്ലോ? അപ്പൊ സബ്സെറ്റ് സൂപ്പർ സെറ്റ് മാറി പോകരുത്. ഇനി പ്രോപ്പർ സബ്സെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. എ ബിന്റെ സബ്സെറ്റ് ആണ് ആൻഡ് എ ഇസ് നോട്ട് ഈക്വൽ ടു ബി. അപ്പൊ അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, എ ഈക്വൽ ടു ബി ആയാൽ എന്ത് സംഭവിക്കും, അതായത് എ എന്ന് പറയുന്ന സെറ്റ് എന്താണ് 1 2 3. ഇപ്പൊ ബി എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ ആരെന്നെയുള്ളത് 1 2 3 മാത്രമാണ് വിചാരിച്ചോളൂ. അപ്പൊ എയും ബിയും ഈക്വൽ ആണോ, ഇതിനകത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. രണ്ട് നേരത്തെ പറഞ്ഞു ഈക്വൽ സെറ്റും ഈക്വൽ സെറ്റും നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ രണ്ട് സെറ്റുകൾ എന്താണ്, ഈക്വൽ സെറ്റ് ആണ്. നമുക്ക് പറയാം എ ഈക്വൽ ടു ബി എന്ന് പറയാം. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇവിടെ ഉള്ള ആൾക്കാരെല്ലാവരും ഇവിടെ അല്ലേ, അപ്പൊ എ ബിന്റെ സബ്സെറ്റ് അല്ലേ, അത് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇനി നേരെ തിരിച്ച് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാവരും അവിടെ ഇല്ലേ, അപ്പൊ ബി എന്ന് പറയുന്നത് എന്റെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞൂടെ, ഷുവർ നമുക്ക് പറയാൻ പറ്റും ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. അപ്പൊ എ ബിന്റെ സബ്സെറ്റ് ആണ്, ബി എന്റെ സബ്സെറ്റ് തിരിച്ചു സംഭവിച്ചാൽ, ഇത് രണ്ടും കൂടി സംഭവിച്ചാൽ അതിന്റെ അർത്ഥം എന്താ, അതിന്റെ അർത്ഥം എയും ബി എന്താണ്, ഈക്വൽ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഇത്. ഏത്, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നും പ്രൂവ് ചെയ്യണം, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് തിരിച്ചും പ്രൂവ് ചെയ്യണം. അത് രണ്ടും പ്രൂവ് ചെയ്യുമ്പോഴാണ് എയും ബി എന്താവുക, സെയിം ആണെന്ന് പ്രൂഫ് കംപ്ലീറ്റ് ആവുക. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആണ്, എയും ബിയും സെയിം അല്ല എങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പ്രോപ്പർ സബ്സെറ്റ്. അപ്പൊ ഞാൻ ആദ്യം കാണിച്ച എക്സാമ്പിളില് എ ഈക്വൽ ടു സെറ്റ് 1 2 3 എന്നെടുത്തു, ബി ഈക്വൽ ടു സെറ്റ് 1 2 3 എടുക്കുന്നതിനേക്കാൾ വലിയൊരു സെറ്റ് എടുത്താൽ നമുക്ക് പറയാം ഇത് രണ്ട് സെറ്റും ഈക്വൽ ആണോ, അല്ല. എയിലുള്ള ഈ മൂന്ന് ആൾക്കാരും എവിടെയുണ്ട്, ബിയിലുണ്ട്. അപ്പൊ നമുക്ക് പറയാം എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. അപ്പൊ ഇതെന്താണ്, എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. എന്താണ്, ബിയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണെന്ന് പറയാം. അപ്പൊ സബ്സെറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്തും കൂടെ ആവാൻ പറ്റുന്നുണ്ട്, ഈക്വൽ ആയാൽ, രണ്ട് സെറ്റുകൾ ഈക്വൽ ആയാലും അതെന്താണ്, സബ്സെറ്റ് ആണ്. അപ്പൊ പ്രോപ്പർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, രണ്ടും ഈക്വൽ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒരു സെറ്റിന്റെ കുറച്ച് ആൾക്കാരെ മാത്രം എടുത്തിട്ട് എഴുതുന്ന ഒരു സബ് കളക്ഷൻ ആണ് എന്ത്, പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ. ആ സെറ്റിലെ എല്ലാ എലമെന്റ്സും വെച്ചുകൊണ്ട് എഴുതിയാലും അതെന്താവും, സബ്സെറ്റ് ആവും. പ്രോപ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് വരാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. റെഡി? ഇനി പണ്ടൊക്കെ ഇതിന് യൂസ് ചെയ്തിരുന്ന സിമ്പിൾ വെച്ചാല് സബ്സെറ്റിന് പണ്ട് ഇങ്ങനെയാണ് ചെയ്തത്, ഇതിട്ടിട്ട് അതിന് കൂടെ ഒരു ഈക്വറ്റും കൂടി കൊടുത്തിരുന്നു. പിന്നെ പ്രോപ്പർ സബ്സെറ്റിന് ഇത് മാത്രമായിരുന്നു പണ്ട് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ബുക്കിനകത്തെല്ലാം ഇത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഏത്,
സബ്സെറ്റിന് ഇത് മാത്രം, ഈ ഒരു സിമ്പിൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. നോട്ട് പ്രോപ്പർ സബ്സെറ്റിന് ഇങ്ങനെ ഇട്ടിട്ട് അതിന്റെ ഈ അടിയിൽ ഈക്വൽ ടു ഇട്ടിട്ട് ഇങ്ങനെ ഒരു വെട്ടാണ് വെട്ടുന്നത്. അതായത് പ്രോപ്പർ ആണ്, അതായത് രണ്ടും ഈക്വൽ അല്ല എന്ന് കാണിക്കാൻ ഇങ്ങനെ ഇട്ടിട്ട് ഒരു വെട്ട് കിട്ടും. അതായത് സബ്സെറ്റിന് ഇങ്ങനെ ഇടും, പ്രോപ്പർ സബ്സെറ്റിന് ഇങ്ങനെ ഇട്ടിട്ട് ഈക്വൽ അല്ല എന്ന് കാണിക്കാൻ ഒരു ഈക്വൽ ടു ഇട്ടിട്ട് ഒരു വെട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സിമ്പിൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസ്. സോ അത് മനസ്സിലാക്കി വെക്കുക. സോ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒരു സെറ്റ് തന്നാൽ ആ സെറ്റിന് എത്ര തരത്തിലുള്ള സബ്സെറ്റുകൾ ഉണ്ടാവും എന്ന് നോക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുത്തു. എ എന്ന് പറയുന്ന സെറ്റിനുള്ളിൽ 2 എലമെന്റ്സ് ആണുള്ളത്. ആരൊക്കെയാണ്? സ്മോൾ എ ആൻഡ് സ്മോൾ ബി. അപ്പോൾ ഇതിനെ സബ്സെറ്റുകൾ എന്ന് പറയുന്ന സമയത്ത് എന്താണ് സബ്സെറ്റിന്റെ പ്രത്യേകത? ഒരു സെറ്റാണ്, ആ സെറ്റിനുള്ളിലുള്ള എലമെന്റ്സ് എല്ലാം എവിടെ ഉള്ളതായിരിക്കണം? അവിടെ ഉള്ളതായിരിക്കണം. അപ്പൊ എനിക്ക് ഈ സബ്സെറ്റ് ഞാൻ എഴുതുമ്പോൾ ആ സബ്സെറ്റിന്റെ ഉള്ളിൽ ഞാൻ ഇവിടെ എഴുതി കൊടുക്കേണ്ടത് ആൾക്കാർ എവിടത്തെ ആയിരിക്കണം? ആ സെറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാരായിരിക്കണം. അപ്പൊ ഞാൻ ആ സെറ്റിനുള്ളിലുള്ള ആരും എടുക്കാതെ ഒരു സെറ്റാണ് എഴുതി. അതായത് ഞാൻ ഒരു എം ടി സെറ്റ് ചെയ്യാൻ എഴുതി. ഇപ്പൊ എനിക്ക് പറയാം, ഇതിനുള്ളിലുള്ള എല്ലാവരും അവിടെ ഉള്ളവർ തന്നെയാണ്. ലോജിക്ക് കിട്ടുന്നവരാ, ഇവിടെ ഉള്ള എല്ലാവരും അവിടെ ഉള്ളവർ തന്നെയാണ്. എന്ന് വെച്ചാ ഇതിനകത്ത് ആരും ഇല്ല, ഇതിനകത്ത് ഒരു മെമ്പേഴ്സും ഇല്ല. അതിനകത്തുള്ള ആൾക്കാരിൽ ആരെങ്കിലും ചൂസ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതി കൊടുത്താലാണ് സബ്സെറ്റ് ആവാൻ നേരത്തെ പറഞ്ഞെങ്കിലും, പക്ഷെ അത് ഡെഫിനേഷൻ പ്രകാരം എന്തായിരുന്നു? ഇവിടെ ഉള്ള, അതായത് നമ്മൾ എടുക്കുന്ന സെറ്റിനകത്തുള്ള എല്ലാവരും അവിടെയും കൂടെ ഉണ്ടെങ്കിൽ, അപ്പൊ ഇതിനകത്ത് ആരും ഇല്ലാത്ത സ്ഥിതിക്ക് അത് അവിടെ ഉണ്ടാവണം നിർബന്ധമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് പറയാം, ഇതെന്താണ്? എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ്. എം ടി സെറ്റ് എന്ന് പറയുന്നത് ഏത് സെറ്റിന്റെയും സബ്സെറ്റ് ആണ് ആര്? എം ടി സെറ്റ്. അപ്പൊ കാരണം അതിനകത്ത് ഒരു മെമ്പേഴ്സും ഇല്ല. അതിനകത്ത് ഇപ്പോൾ ഒരു 2 ഉണ്ടെന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? 2 അതിൻ്റെ ഉള്ളിലുണ്ടോ നോക്കണം. ഇതിനകത്ത് ഒരു 3 ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 3 അതിനകത്ത് ഉണ്ടോ നോക്കണം. 3 അതിൻ്റെ ഉള്ളിലില്ല, സോ അതെന്നല്ല സബ്സെറ്റ് അല്ല. സോ ഇതിനകത്ത് ആരില്ല. അപ്പൊ ഇതിനകത്ത് ഇല്ലാതെ ഉള്ള ആൾക്കാര് അത് അവിടെ ഉണ്ടാവണം എന്നാണ് കണ്ടീഷൻ. സോ ഇതിനകത്ത് ആരില്ലാത്ത സ്ഥിതിക്ക് ഇതെന്താണ്? അതിന്റെ സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ എം ടി സെറ്റ് 5 എന്ന് പറയുന്ന സെറ്റ് എന്താണ്? 5 is a subset of A for all sets A. നമ്മൾ ഏത് സെറ്റ് A എടുത്താലും ആ A എന്ന് പറയുന്ന സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ആര്? 5 എന്ന് പറയുന്നത്. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. Okay. Now I am going to write all the subsets of the set A. നമ്മൾ A എന്ന് പറയുന്ന സെറ്റിന്റെ കുറെ സബ്സെറ്റുകൾ എഴുതാൻ പോകണം. സോ അതിനെ സബ്സെറ്റുകൾ എഴുതുമ്പോൾ ഞാൻ ആദ്യം എഴുതുന്നത് ഒന്നുമില്ലാത്ത സബ്സെറ്റ് ആണ് ആദ്യം എഴുതുന്നത്. അതാരാ? 5 എന്ന് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ എം ടി സെറ്റ് ഇങ്ങനെ കാലിയായിട്ട് ഇങ്ങനെ ഇടാം. ഏതെങ്കിലും ഒന്ന് എഴുതാൻ മതി, 2 എഴുതി വെക്കരുത്. സോ ഒന്ന് ഞാൻ എന്ത് ചെയ്തു? 5 എഴുതി. ഇനി ഒരു എലമെന്റ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? സെറ്റുകൾ ഉണ്ടാക്കണം, സബ്സെറ്റുകൾ ഉണ്ടാക്കണം. അതാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റിനുള്ളിൽ എ മാത്രം, പിന്നെ സെറ്റിനുള്ളിൽ ബി മാത്രം. അപ്പൊ സിംഗിൾട്ടൺ സെറ്റുകൾ സബ്സെറ്റുകളായിട്ട് ഞാൻ എഴുതി. സിംഗിൾട്ടൺ എ അത് അതിന്റെ സബ്സെറ്റ് ആണ്, സിംഗിൾട്ടൺ ബി അതെന്താണ്? അതിന്റെ സബ്സെറ്റ് ആണ്. ഇനി 2 എലമെന്റ് അടങ്ങുന്ന സബ്സെറ്റുകൾ എന്ന് പറയുമ്പോൾ അത് 2 എലമെന്റ് ആകെ ഉള്ളൂ. സോ ആ സെറ്റിനുള്ളിൽ എയും ബിയും അത് കംപ്ലീറ്റ് ആയിട്ട് വന്നു. ഇത് ആരെന്നെയാണ് നമ്മൾ എടുത്ത സെറ്റ്? എ തന്നെയാണ്. അപ്പൊ ഈ സെറ്റിന് എത്ര സബ്സെറ്റുകളാണ് ഉണ്ടായത്? 5 ഉണ്ട്, സെറ്റ് എ ഉണ്ട്, സെറ്റ് ബി ഉണ്ട്, സെറ്റ് എ ബി എന്ന് പറയുന്ന കംപ്ലീറ്റ് സെറ്റും ഉണ്ട്. സോ 4 എണ്ണം ഉള്ളത്. എത്ര ഉള്ളത്? 4 സബ്സെറ്റുകളാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എന്താ വെച്ചാൽ, ഞാനൊരു സെറ്റ്, പുതിയൊരു സെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ആ സെറ്റിന്റെ ഉള്ളിൽ ഞാൻ എഴുതി കൊടുക്കുന്ന മെമ്പേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സെറ്റുകളെ ഞാൻ കോമ എഴുതാൻ പോവാം. ഫസ്റ്റ് ഞാൻ എഴുതുന്നത് 5. ഫസ്റ്റ് ഞാൻ എഴുതി 5 എഴുതി. 5 കോമ, അതായത് എം ടി സെറ്റ്, ഒരു എലമെന്റും ഇല്ലാത്ത സബ്സെറ്റ് ഇട്ടു. രണ്ടാമതായിട്ട് ഞാൻ എഴുതാണ് സിംഗിൾട്ടൺ സെറ്റ് എ. മൂന്നാമതായിട്ട് ഞാൻ എഴുതാണ് സിംഗിൾട്ടൺ സെറ്റ് ബി. നാലാമതായിട്ട് ഞാൻ എഴുതാണ് ആരെയാണ്? നമ്മുടെ സെറ്റ് കംപ്ലീറ്റ് എ കോമ ബി. അല്ലാന്നുണ്ടെങ്കിൽ എ എന്ന് ക്യാപിറ്റൽ എ എന്ന് എഴുതി കൊടുത്താലും മതി. ഞാൻ തൽക്കാലം അങ്ങനെ എഴുതുന്നു. ഇപ്പൊ നോക്കാം, ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സെറ്റ്, ആ സെറ്റിന്റെ ഉള്ളിലുള്ള കോമകളാണ് ഈ കാണുന്ന ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരാള്, ഇത് രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള്, നാലാമത്തെ ആള്. അപ്പൊ ഈ 4 ആൾക്കാർ ആരൊക്കെയാണ് ഇവര്? ഇവര് സബ്സെറ്റുകളാണ്. ആരുടെ സബ്സെറ്റുകളാണ്? ആ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റുകളാണ്. അപ്പൊ സബ്സെറ്റുകളുടെ സെറ്റാണ്, സബ്സെറ്റുകളുടെ കളക്ഷൻ. സോ ഒരു സെറ്റ് എടുത്താൽ ആ സെറ്റുകളുടെ സബ്സെറ്റുകൾ എന്തൊക്കെ വരാമോ അവരെല്ലാവരെയും ഒരു സെറ്റിനുള്ളിൽ എഴുതിയാൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ് എന്ന് വിളിക്കാം. എന്താ വിളിക്കാം? പവർ സെറ്റ്. അപ്പൊ പവർ സെറ്റ് ഓഫ് എ,
പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റിന്റെ സബ്സെറ്റുകൾ എല്ലാവരെയും കോമ ഇട്ട് എഴുതി ഒരു സെറ്റിനുള്ളിൽ എഴുതിയതാണ്. സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എ. കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എ is known as power set. Clear? So power set definition. It is denoted by power set എന്ന് വെച്ചാൽ it is a set of all subsets of A and it is denoted by P of A. Okay, അപ്പോൾ P of A ന്റെ ഉള്ളിലുള്ള മെമ്പേഴ്സിനെ കാര്യം ശ്രദ്ധിക്കുക. phi എന്ന് പറയുന്ന empty set belongs to P of A ആണ്. ശ്രദ്ധിക്കുക, belongs to ആണ്. ഓക്കെ, അതുപോലെ സെറ്റ് A എന്ന് പറയുന്ന സെറ്റ് belongs to power set of A ആണ്. അതായത് പവർ സെറ്റ് ഓഫ് എ എന്ന സെറ്റിന്റെ ഉള്ളിലുള്ള ഒരാളാണ് ആര്? സെറ്റ് എ. അതേപോലെ സെറ്റ് ബി മാത്രം എടുക്കുന്ന സമയത്ത് ദാറ്റ് ഈസ് ഓൾസോ ബിലോങ്സ് ടു പവർ സെറ്റ് ഓഫ് എ. ആ സെറ്റ് എ ബി മൊത്തത്തിൽ കഴിഞ്ഞാൽ സെറ്റ് എ ബി മൊത്തത്തിൽ കഴിഞ്ഞാൽ ദാറ്റ് ബിലോങ്സ് ടു എന്ത്? പവർ സെറ്റ് ഓഫ് എ. അപ്പൊ പവർ സെറ്റ് ഓഫ് എ എടുക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിലുള്ള മെമ്പേഴ്സ് ആണ് നമ്മൾ ബിലോങ്സ് ടു എന്നാണ് അവിടെ കാണിക്കുക. അപ്പൊ ഈ ആൾക്കാരൊക്കെ എന്താണ്? ബിലോങ്സ് ടു എന്നാണ്. എന്നാൽ ഞാൻ ഫൈ ഇട്ടു, സെറ്റ് എ ഇട്ടു, സെറ്റ് ബി ഇട്ടു, സെറ്റ് എ കോമ ബി എന്നിട്ടു. ഞാൻ ഇതിനപ്പുറത്ത് എ എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എന്താണ് എഴുതി കൊടുക്കുക? ബിലോങ്സ് ടു എന്നാണോ? ഫൈ ബിലോങ്സ് ടു എന്നാണോ? അല്ല, അവിടെ ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണ്. സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണ്. സെറ്റ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. സെറ്റ് എ ബി ഈസ് ഓൾസോ സബ്സെറ്റ് ഓഫ് എ. അപ്പൊ എന്റെ സബ്സെറ്റുകളാണ് ഇവരൊക്കെ. എന്നാൽ ഇവരൊക്കെ എന്താണ്? പവർ സെറ്റിന്റെ മെമ്പേഴ്സ് ആണ്, പവർ സെറ്റിന്റെ എലമെന്റ്സ് ആണ്. അപ്പൊ അവിടെ എന്താ എഴുതുക? ബിലോങ്സ് ടു എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്യുക, ഇവിടെ സബ്സെറ്റ് എന്നുള്ള സിമ്പിളാണ് യൂസ് ചെയ്യുക. ഇത് മാറിപ്പോകരുത് നിങ്ങൾക്ക് ആർക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനെ വെച്ചുകൊണ്ട് എൻട്രൻസിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് പലപ്പോഴും കാണാറുണ്ട്. ഒരു സെറ്റ് എടുത്തു, ആ സെറ്റിനകത്ത് ഒരു ഫൈ, സെറ്റ് ഫൈ, എന്നിട്ട് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഫൈ ബിലോങ്സ് ടു എ. ഇത് ശരിയാണോ? ഫൈ ബിലോങ്സ് ടു എ. എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ ആരുണ്ട്? ഫൈ ഉണ്ട്. ശരിയല്ലേ? ശരിയാണ്. കാരണം എ എന്ന് പറഞ്ഞ ആ സെറ്റ് ഇതാണ്. ആ സെറ്റിന്റെ ഇവിടെ ഒരു കോമ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കോമ സെപ്പറേറ്റ് ചെയ്യുന്ന രണ്ടാൾക്കാർ, ഒന്ന് ഇത്, ഇതൊന്ന് ഇത്. അപ്പൊ ഫൈ എന്ന് പറയുന്നത് ബിലോങ്സ് ടു എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി അടുത്തത് ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ഇത് ശരിയാണോ? ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അപ്പോ എന്റെ ഒരു സബ്സെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു സെറ്റ് എടുത്താലും ആ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് എംപ്റ്റി സെറ്റ്. അപ്പൊ ഈ ഫൈ ഇതിന് ഉള്ളിലുള്ള ആൾക്കാരെല്ലാം നിങ്ങൾ നോക്കേണ്ടത്. ഇതിന് ഉള്ളിലുള്ള ആൾക്കാർ ബിലോങ്സ് ടു എന്ന് കാണിച്ചാൽ നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. സബ്സെറ്റ് ഓഫ് എ ആര്? എംപ്റ്റി സെറ്റ് സബ്സെറ്റ് ഓഫ് എ. ഏത് സെറ്റ് എടുത്താലും അതിന്റെ സബ്സെറ്റ് ആണ് ആര്? എംപ്റ്റി സെറ്റ്. അപ്പൊ ഇതെന്താണ്? ട്രൂ ആണ്, ഇത് ട്രൂ ആണ്. എക്സാമ്പിൾ ചിലപ്പോ താഴെ പറഞ്ഞതിൽ ഏതാണ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അപ്പൊ ഒരുപാട് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് വരും, കൺഫ്യൂസ്ഡ് ആയി പോകും. നിങ്ങൾക്ക് എന്തായാലും കൺഫ്യൂസ്ഡ് ആയി പോകും. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഓപ്ഷൻ നോക്കിക്കോളാം. ഫൈ സെറ്റ് ഫൈ ബിലോങ്സ് ടു എ. സെറ്റ് ഫൈ ബിലോങ്സ് ടു എ. അടുത്ത ഓപ്ഷൻ നോക്കിക്കോളാം. സെറ്റ് ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. എന്താ രസല്ലേ? എന്താണ്? സെറ്റ് ഫൈ ബിലോങ്സ്, ഈ ബിലോങ്സ് ടു എ എന്ന് കാണുമ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എ എന്ന സെറ്റിന്റെ ഉള്ളിൽ ഇതേപോലെയാണ് ആളിരിക്കണ്ട നോക്കുക. ബിലോങ്സ് ടു എന്ന് കണ്ടാൽ ഈ എന്റെ ഉള്ളിൽ ഇതേപോലെ ഒരാൾ അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ടോ നോക്കുക. ഉണ്ടോ? ഉണ്ട്. ഈ സാധനം എന്താ ഇവിടെ കാണാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. സോ ഈ ഒരു സെറ്റ് ഫൈ എവിടെ ഉണ്ട്? എന്റെ ഉള്ളിലുണ്ട്. ഫൈ എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇതാണ് ഈ കാണുന്ന ഫൈ. ഇതാണ് ഈ ഫൈ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ബിലോങ്സ് ടു കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ സബ്സെറ്റ് എന്ന് കാണിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? ഇതിനുള്ളിലുള്ള ആൾക്കാരെ നോക്കുന്നത്. ഈ ഫൈലിന്റെ ഉള്ളിൽ ആരാണ്? ആരുമില്ല, എംപ്റ്റി ആണ്. അപ്പൊ എംപ്റ്റി സെറ്റ് എന്താണ്? സബ്സെറ്റ് ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇത് നോക്കാം. സെറ്റ് ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അപ്പൊ സബ്സെറ്റ് എന്ന് കാണുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് ഈ സെറ്റിന്റെ ഉള്ളിലുള്ള ആളെയാണ് നോക്കേണ്ടത്. ഈ സെറ്റിന്റെ ഉള്ളിലുള്ള ഈ ആള് എ എന്ന സെറ്റിന്റെ ഉള്ളിൽ ഉണ്ടോ നോക്കുക. ഈ സെറ്റ് നോക്കരുത്, ഈ സെറ്റിന്റെ ഉള്ളിലത്തെ ആളെ നോക്കുക. ഈ സെറ്റിന്റെ ഉള്ളിലുള്ള ആളായിട്ടുള്ള ഫൈ, അത് എന്റെ ഉള്ളിലുണ്ടോ? ഉണ്ട്. സോ ഇതെന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ്. അടുത്തത് സെറ്റ് ഫൈ ബിലോങ്സ് ടു എ. വേറെ ഓപ്ഷൻ കൂടി,
set phi is a subset of A. ഓപ്ഷൻസ് ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സെറ്റ് ഫൈ ബിലോങ്സ് ചെയ്യുന്ന പറയുമ്പോൾ എന്റെ ഉള്ളിൽ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഉണ്ടോ? ഇതേപോലെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതേപോലെ ഇവിടെ കാണുന്നില്ല. കാരണം ഫൈ ഉണ്ട്, സെറ്റ് ഫൈ ഉണ്ട്. സെറ്റ് ഫൈ അതിന്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ട് ഇതെന്താണ്? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബാക്കിയൊക്കെ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഇത് ട്രൂ ആണോ നോക്കുക. ഇതും കൂടി ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കുന്നു. അപ്പോ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ് ഇത്. സബ്സെറ്റ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വളരെ സിമ്പിൾ ആണ്. ഈ സെറ്റിനെ നിങ്ങൾ മൈൻഡ് ചെയ്ത് ഈ സെറ്റ് നിങ്ങൾ തൽക്കാലം മാറ്റി വെക്കുക. എന്നിട്ട് ഈ ഉള്ളിൽ കാണുന്ന ആള് എത്ര ആൾക്കാർ ഇതിന്റെ ഉള്ളിലുണ്ട് നോക്കാം. ഇതൊരു സെറ്റിന്റെ ഉള്ളിൽ ഫൈവ് ആയിട്ട് ഒരൊറ്റ ആളാണ്. ആ ആള് എന്റെ ഉള്ളിലുണ്ടോ നോക്കുക. ഈ ആള് എന്റെ ഉള്ളിലുണ്ടോ? ഉണ്ട്, ധാരാളം. സോ എന്താ, ഇയാളെ മാത്രം ആയിട്ട് ഇയാളെ മാത്രം പിടിച്ച് ഒരു സെറ്റിന്റെ ഉള്ളിൽ ഇട്ടാൽ കിട്ടുന്ന സിംഗിൾട്ടൺ സബ്സെറ്റ് ആണ്. എന്റെ ഒരു സിംഗിൾട്ടൺ സബ്സെറ്റ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇയാളെ മാത്രം പിടിച്ചിട്ട ഒരു സിംഗിൾട്ടൺ സെറ്റ് ആണ് എന്ത് ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് എന്റെ സബ്സെറ്റ് അല്ലേ? ദിസ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അപ്പൊ എന്റെ സബ്സെറ്റ് ആണ്, എന്റെ സബ്സെറ്റ് ആണ്, എന്റെ സബ്സെറ്റ് ആണ്. ഇതെന്താ? സോറി, ഇത് ഏക്കകത്തുണ്ട്. ഇത് എന്റെ സബ്സെറ്റ് ആണ്, ഇത് ഏലുണ്ട്. ഇതെന്താണ്? ഏല് ഇല്ലാത്ത ആളാണ്. സോ ഇതെന്താണ്? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ സാധ്യതയുള്ള ഒരു സാധനം കൂടിയാണ്. ഇനി ചിലപ്പോൾ അതിന്റെ കൂടെ ഇവിടെ ബിലോങ്സ് ടു ഇങ്ങനെ ഇതിൽ പി ഓഫ് എ എന്ന് കാണിക്കാം. ദിസ് തിങ് ബിലോങ്സ് ടു പി ഓഫ് എ, അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് എ എന്ന് കാണിക്കുന്നതിന് പകരം ബിലോങ്സ് ടു പി ഓഫ് എ. പി ഓഫ് എ ഉണ്ട് എന്ന് പറയുന്ന നേരത്തെ സബ്സെറ്റ് ഓഫ് എ ആണ്. അപ്പൊ സബ്സെറ്റ് ഓഫ് എ എന്നുള്ളതിന് പകരം ബിലോങ്സ് ടു പി ഓഫ് എ എന്ന് കാണിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക സബ്സെറ്റ് എന്നാണ്. സബ്സെറ്റ് എന്ന് പറയുന്നത് ഈ സെറ്റ് രണ്ടും മാറ്റി വെക്കുക. ഈ കാണുന്ന സാധനം അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് നോക്കുക. റെഡി? സോ കൺഫ്യൂഷൻ ആക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. എന്താണ് പവർ സെറ്റ്, എന്താണ് സെറ്റ്. സെറ്റിന്റെ സബ്സെറ്റുകളെല്ലാം പവർ സെറ്റിലെ മെമ്പേഴ്സ് ആണ്. ബിലോങ്സ് ടു എന്നാണ് അവിടെ കാണിക്കുക. അത് ബിലോങ്സ് ടു എന്ന് കാണിച്ചാൽ അതിന്റെ അർത്ഥം ഈ ഓരോന്നും എന്റെ എന്താണ്? സബ്സെറ്റുകളാണ്. റെഡി? അപ്പൊ നമ്മള് പവർ സെറ്റിന്റെ കാർഡിനാലിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ടാബ്ലറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കുറച്ച് സെറ്റുകളെ കാണിച്ചു തരാം. എ എന്ന് പറയുന്ന സെറ്റ്, ഞാൻ സെറ്റിനകത്ത് ഞാൻ തൽക്കാലം എയും ബിയും എടുത്തു കഴിഞ്ഞാൽ പവർ സെറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരിക? പവർ സെറ്റിന്റെ ആ സെറ്റിനകത്ത് ആരൊക്കെ വരും മെമ്പേഴ്സ് ആയിട്ട്? ഫസ്റ്റ് വരുന്ന ആളാരാ? 5 വരും, എം ടി സെറ്റ് വരും. പിന്നെ ആര് വരും? സിംഗിൾട്ടൺ സെറ്റ് എകൾ വരും. പിന്നെ ആര് വരും? സിംഗിൾട്ടൺ സെറ്റ് ബി വരും. പിന്നെ ആര് വരും? എയും ബി അടങ്ങുന്ന ഫുൾ സെറ്റ് വരും. എന്ന് വെച്ചാൽ അത് ഞാൻ തൽക്കാലം എ എന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നു. അത് മുഴുവൻ എഴുതുന്നതിന് പകരം എ എന്ന് എഴുതി കൊടുത്താൽ മതി. സോ ശ്രദ്ധിക്കുക, ലാസ്റ്റത്തെ സെറ്റ് അതായത് എ കംപ്ലീറ്റ് ഉണ്ടല്ലോ, എ കംപ്ലീറ്റ് അങ്ങനെ എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ സെറ്റ് ഫിനിഷ് ചെയ്യുക, ഈ സെറ്റ് ക്ലോസ് ചെയ്യുക. ഈ സെറ്റ് അവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. സോ 1 2 3 4 4 മെമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ 2 മെമ്പേഴ്സ് എ ഉണ്ടാവുമ്പോൾ അപ്പൊ എ എന്ന് പറയുന്നതിന്റെ കാർഡിനാലിറ്റി എൻ ഓഫ് എ, കാർഡിനാലിറ്റി ഓഫ് എ 2 ആകുന്ന സമയത്ത് പവർ സെറ്റിന്റെ കാർഡിനാലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? 4 ആണ് കിട്ടുന്നത്. അതായത് 2 ആൾക്കാരെ ചൂസ് ചെയ്ത് അവിടെ നിങ്ങൾക്ക് 4 ആൾക്കാരെയാണ് ഇതിന്റെ പവർ സെറ്റിനകത്ത് കിട്ടുന്നത്. ഇനി ഞാൻ മെമ്പേഴ്സിന്റെ എണ്ണം കൂട്ടാൻ പോവുകയാണ്. സപ്പോസ് എ എന്ന് പറഞ്ഞ സെറ്റിനുള്ളിൽ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ മെയിൻ പവർ സെറ്റിനകത്ത് ആരൊക്കെ വരും? ഫസ്റ്റ് എം ടി സെറ്റ് വരും, പിന്നെ സെറ്റ് എ വരും, പിന്നെ സെറ്റ് ബി വരും. ശ്രദ്ധിക്കുക, എ ബി സി 3 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ സിംഗിൾട്ടൺ എ, സിംഗിൾട്ടൺ ബി, പിന്നെ ആരാ? സിംഗിൾട്ടൺ സി എന്നാണ്. അപ്പൊ ഒരാൾക്ക് ഇത് തീരെ എലമെന്റ് ഇല്ലാത്ത സെറ്റ്, ഓരോ എലമെന്റ് ഉള്ള സെറ്റുകൾ. ഇനി എന്താണ്? 2 എണ്ണം വീതമുള്ള സെറ്റുകൾ. അപ്പൊ 2 എണ്ണം എന്ന് പറയുമ്പോൾ എയും ബിയും വരാം, എയും സി ആവാം, ബിയും സി ആവാം. അപ്പൊ എന്തൊക്കെ കേസുകളുണ്ട്? എയും ബിയും ഉള്ള സെറ്റ്, പിന്നെയോ എയും സിയും ഉള്ള സെറ്റ്, പിന്നെ എന്താണ്? ബിയും സിയും ഉള്ള സെറ്റ്. അപ്പൊ 2 എണ്ണം വീതമുള്ള സെറ്റുകൾ ഫിനിഷ്ഡ്. ഒരു കാര്യം ശ്രദ്ധിക്കാം, എ ബി പറഞ്ഞ പിന്നെ തിരിച്ച് ബി എ പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു സെറ്റിനുള്ളിൽ എ ബി നേടി കഴിഞ്ഞാൽ ബി എ തിരിച്ചിട്ടാൽ അത് അതേ സെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും എഴുതാൻ പറ്റില്ല. അപ്പൊ സെറ്റിനകത്ത് തിരിച്ചു മറിച്ചിടരുത് ഒരിക്കലും. എ ബി പിന്നെ എ സി പിന്നെ ആരാ? ബി സി. ഇത് തിരിച്ച് എഴുതി പ്രശ്നമില്ല. പക്ഷെ ഈ സാധനം എഴുതി കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതരുത് എന്നാ പറഞ്ഞത്. സോ തിരിച്ചു കിട്ടുന്ന എഴുതി പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി 3 എലമെന്റ് അടങ്ങുന്ന സെറ്റ്, അതാരെന്നെയാണ്? ഇത് കംപ്ലീറ്റ് ആണ്. സോ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എ ആണ് ജസ്റ്റ് എഴുതി കൊടുക്കാം. ഇതിന്റെ ലാസ്റ്റ് സെറ്റ് ഇവിടെ എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഈ സെറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കും. ഇനി വാട്ട് ഇസ് ദ കാർഡിനാലിറ്റി ഓഫ് സെറ്റ് എ? ഈ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? There are 3 elements. ഇനി ഇതിനകത്ത് എലമെന്റ്സ് നമ്മൾ നോക്കാം. 1 2 3 4 5 6
7 8 8 എലമെന്റ്സ് ഉണ്ട്. മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ട്? 8 എലമെന്റ്സ്. 1 2 3 4 5 6 7 8 എലമെന്റ്സ് ഉണ്ട്. സോ ഐ എം റൈറ്റിംഗ് ദർ ആസ് 8. സോ ഇനി ഇതേപോലെ താഴെ താഴെ പോകുന്നതിന് പറഞ്ഞ് മുകളിലോട്ട് എഴുതുകയാണ്. സെറ്റിനകത്ത് ആരൊക്കെയാണ്? ഒരു എ മാത്രമാണ് ഉള്ളത് എങ്കിൽ നമ്മൾ ആ പവർ സെറ്റിനകത്ത് ആരൊക്കെ വരും ചോദിച്ചു കഴിഞ്ഞാൽ ആ പവർ സെറ്റിനകത്ത് വരുന്ന ഫസ്റ്റ് ആളാരാണ്? എപ്പോഴും 5 എം ടി സെറ്റ് കോമ പിന്നെ എന്താണ് സിംഗിൾട്ടൺ വരുന്ന ഒരു എലമെന്റ് മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന അത് ആ സെറ്റിന്റെ ആയതുകൊണ്ട് നമുക്ക് അവിടെ എ എന്ന് തന്നെ എഴുതി കൊടുക്കാം. സിംഗിൾട്ടൺ സെറ്റ് എ, സിംഗിൾട്ടൺ സെറ്റ് ബി നമ്മൾ എഴുതി രണ്ടാൾക്കാരുണ്ടായതുകൊണ്ട് ഇവിടെ ഒരാൾ മാത്രമാണ്. അപ്പൊ എന്താണ് സിംഗിൾട്ടൺ സെറ്റ് എ തന്നെ വരിക. ആ സിംഗിൾട്ടൺ എ എന്ന് പറഞ്ഞാൽ ആരെയാണ്? അത് എ തന്നെയാണ്. ഓക്കെ, സോ എങ്ങനെ വന്നത് കണ്ടാൽ ഇവിടെ ഒരാളായ സമയത്ത് അവിടെ രണ്ടാൾക്കാരായി. ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് കാണിക്കണമെങ്കിൽ ഇവിടെ ഞാൻ എം ടി സെറ്റ് എടുക്കാം. എന്തെടുക്കണം? എം ടി സെറ്റ് എടുത്തു. അങ്ങനെ എം ടി സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു എം ടി സെറ്റിന്റെ സബ്സെറ്റുകൾ ആരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വരിക? സെറ്റിന്റെ ഉള്ളിൽ ആരൊക്കെ വരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 എന്ന് പറയുന്നത് എല്ലാവരുടെയും എന്താണ്? സബ്സെറ്റ് ആണ്. 5 ഓൾറെഡി സബ്സെറ്റ് ഓഫ് എനി സെറ്റ്. സോ 5 എപ്പോഴും പവർ സെറ്റിന്റെ ഉള്ളിൽ കയറി വരുന്ന സാധനമാണ്. വിളിക്കാതെ വരുന്ന കുമ്പനടിച്ച് വരുന്ന സാധനമാണ് ആര്? 5. ഇനി കോമട്ട് കാണു നമ്മൾ എന്താ ചെയ്ത? ഒരു എലമെന്റ് അടങ്ങുന്ന സബ്സെറ്റുകൾ. ഇതിന് ഒരു എലമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരു എലമെന്റ് ഉള്ള സബ്സെറ്റുകൾ ഇനി അവിടെ ഉണ്ടാവും? ഇല്ല. 2 എലമെന്റ് അടങ്ങുന്ന സബ്സെറ്റ് ഉണ്ടാവും? ഇല്ല. 3 എലമെന്റ് ഉണ്ടാവും? ഇല്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ എത്ര? ഇതിന്റെ കാർഡിനാലിറ്റി എത്ര? ഇതിനകത്ത് എത്ര ആൾക്കാരുണ്ട്? 0 ആൾക്കാർ. ഇതിനകത്ത് ആരും ഇല്ലാത്ത സമയത്ത് പവർ സെറ്റിന്റെ ഉള്ളിൽ അപ്പോഴും ആരുണ്ട്? ഒരാളുണ്ട്. അപ്പൊ പവർ സെറ്റിന്റെ കാർഡിനാലിറ്റി എത്രയാണ്? 1 ആണ്. ശ്രദ്ധിക്കുക, ഇത് ഇങ്ങനെ ഇട്ടാൽ അതിന്റെ അർത്ഥം എന്താണ്? വെറും 5 എന്നാണ്. ആ 5 എന്ന് പറഞ്ഞ എം ടി സെറ്റിനകത്ത് ആരുണ്ട്? ആരുമില്ല. അതുകൊണ്ട് മെമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ്? 0. എന്നാൽ സെറ്റിനുള്ളിൽ 5 ഇട്ടാൽ അതിന്റെ അർത്ഥം ആ 5 എന്ന ഒരാൾ അടങ്ങുന്ന ഒരു സെറ്റാണ്. അതിന്റെ ഉള്ളിലുള്ള എണ്ണം എന്ന് വെച്ചാൽ അത് 1. ക്ലിയർ? ഇനി ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാൻ പോകും. എങ്ങനെ നോക്കിയോളി? n of a 0 ആവുന്ന സമയത്ത് 1, n of a 1 ആവുന്ന സമയത്ത് 2, n of a 2 ആവുന്ന സമയത്ത് 4, ഇത് 3 ആവുന്ന സമയത്ത് 8. അപ്പൊ ഇവിടെ ഒരു m ആണെങ്കിൽ, അതായത് കാർഡിനാലിറ്റി ഓഫ് a എന്ന് പറഞ്ഞ സെറ്റിന്റെ കാർഡിനാലിറ്റി m ആണ് എങ്കിൽ what is the cardinality of n of power set of a? എന്തായിരിക്കും? ഇവിടെ കാർഡിനാലിറ്റി m ആണെങ്കിൽ പവർ സെറ്റിനകത്ത് എത്ര ആൾക്കാർ ഉണ്ടായിരിക്കും? സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 1 2 4 8 എന്ന് പറയുന്ന ഒരു സീരീസ്, അതിന് എന്ത് പ്രോപ്പർട്ടി ഉള്ളത്? സിമ്പിൾ ആണ്. ഇതെന്താണ്? 2⁻⁴, this is 2⁻1, this is 2 square, this is 2 cube. അങ്ങനെ രണ്ടിന്റെ പവേഴ്സ് ആണ് ആ കയറി വരുന്ന സാധനങ്ങൾ. അപ്പൊ അങ്ങനെ നോക്കുക, ഈ 0 ആണ് ഈ കൊമ്പത്ത് കയറിയിരിക്കുന്നത്, ഈ 1 ആണ് ഈ കൊമ്പത്ത്, ഈ 2 ആണ് കൊമ്പത്ത് കയറിയിരിക്കുന്നത്, ഈ 3 ആണ് ഇവിടെ കൊമ്പത്ത് കയറിയിരിക്കുന്നത്. അപ്പോ ഈ m എവിടെ കയറിയിരിക്കും? കൊമ്പത്ത് കയറിയിരിക്കും. ആരുടെ? 2ന്റെ കൊമ്പത്ത് കയറിയിരിക്കും. സോ 2m ആണ് പവർ സെറ്റിന്റെ കാർഡിനാലിറ്റി കാണാനുള്ള ഫോർമുല. അപ്പൊ ഒരു സെറ്റിന്റെ ഉള്ളിൽ m എലമെന്റ് ഉണ്ടെങ്കിൽ പവർ സെറ്റിന്റെ ഉള്ളിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? 2m എലമെന്റ്സ് ഉണ്ടാവും. ഈ പവർ സെറ്റിന്റെ ഉള്ളിലുള്ള എലമെന്റ്സ് ആരാണ് ശരിക്കും? എ എന്ന സെറ്റിന്റെ സബ്സെറ്റുകളാണ്. അപ്പൊ പവർ സെറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാലും ഈ എ എന്ന സെറ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാലും സംഗതി സെയിം അല്ലേ? എന്റെ സബ്സെറ്റുകളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിനുള്ളിലത്തെ ആൾക്കാരുടെ എണ്ണം തന്നെയാണ്. അപ്പൊ എക്ക് എത്ര സബ്സെറ്റുകളുണ്ട്? 2m സബ്സെറ്റുകളുണ്ട്. പവർ സെറ്റിനുള്ളിൽ എത്ര ആൾക്കാരുണ്ട്? 2m ആൾക്കാരുണ്ട്. പവർ സെറ്റിനുള്ളിലുള്ള ആൾക്കാർ ആരാണ്? എന്റെ സബ്സെറ്റുകളാണ്. ക്ലിയർ? ആൻഡ് വൺ മോർ തിങ് ഈസ് ദർ. ഇതെന്താണെന്ന് ശരിക്കും നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ. എ എന്ന സെറ്റിന്റെ എലമെന്റ്സിന്റെ എണ്ണം m ആയാൽ ആ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റുകളുടെ എണ്ണം എന്താണ്? അത് പവർ സെറ്റിന്റെ കാർഡിനാലിറ്റി. പവർ സെറ്റിനുള്ളിലുള്ള ഓരോരുത്തരും എന്താണ്? സബ്സെറ്റുകളാണ്. അപ്പൊ അതിനുള്ളിലുള്ള എണ്ണം തന്നെയാണ് സബ്സെറ്റുകളുടെ എണ്ണം. ദാറ്റ് ഈസ് 2m. അപ്പൊ ഈ ചോദ്യം ഇതാണ്, നമ്പർ ഓഫ് നോൺ എംപ്റ്റി സബ്സെറ്റ്സ്. എന്താണ്? നമ്പർ ഓഫ് നോൺ എംപ്റ്റി സബ്സെറ്റ്സ് ഓഫ് എ. എന്റെ എംപ്റ്റി അല്ലാത്ത സബ്സെറ്റുകളുടെ എണ്ണം എത്രയാണ്? അപ്പോൾ ഈ സബ്സെറ്റുകൾ എടുക്കുന്ന സമയത്ത് എം ടി സെറ്റ് ഒന്നല്ലേ ഉള്ളൂ. ഈ സബ്സെറ്റുകൾ എടുക്കുന്ന സമയത്ത് അവിടെയും എം ടി സെറ്റ് ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ എം ടി സെറ്റ് അല്ലാത്ത നോൺ എം ടി സബ്സെറ്റുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആളെ മാത്രം ഒഴിവാക്കിയാൽ മതി, അയാളെ മാത്രം തട്ടിക്കളഞ്ഞാൽ മതി. അപ്പൊ 2m എണ്ണം എന്നതിന്റെ സബ്സെറ്റുകൾ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരു എം ടി സെറ്റ് ഉണ്ട്. അപ്പൊ നോൺ എം ടി സബ്സെറ്റുകളുടെ എണ്ണം എത്രയാണ്? 2m -1. ശ്രദ്ധിക്കുക, ഒരിക്കലും -1 ഇവിടെ ഇട്ടേക്കരുത്. 2m എന്ന മൊത്തം സബ്സെറ്റുകളിൽ നിന്ന് ഒരാളെ തട്ടുക. ആരെ? എം ടി സെറ്റിനെ മാത്രം ഒഴിവാക്കിയതാണ് എന്ത്? നോൺ എം ടി ആയിട്ടുള്ള സബ്സെറ്റുകളുടെ എണ്ണം. ഇനി ഈ എ എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർ സബ്സെറ്റ് ആണോ?
ഈ എ എന്ന് പറയുന്നത് പ്രോപ്പർ സബ്സെറ്റ് ആണോ? അല്ല. അതായത് ഒരു സെറ്റ് എടുത്താൽ ആ സെറ്റ് തന്നെ ഇവിടെ എഴുതി വെച്ചാൽ ആ എ എന്ന് പറയുന്ന സെറ്റിനെ ഒഴിവാക്കിയ ബാക്കിയുള്ള സബ്സെറ്റുകൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രോപ്പർ സബ്സെറ്റ്സ്. ഓക്കെ അല്ലേ? എം ടി സെറ്റ് പ്രോപ്പർ സെറ്റ് ആണോ? പ്രോപ്പർ സബ്സെറ്റ് ആണോ? അതെ, എം ടി സെറ്റ് പ്രോപ്പർ സബ്സെറ്റ് ആണ്. സിംഗിൾട്ടൺ സെറ്റുകളൊക്കെ പ്രോപ്പർ സെറ്റുകളാണ്. ഈ ആളെ മാത്രം ഒഴിവാക്കിയാൽ ബാക്കി എല്ലാവരെയും വിളിക്കാം എന്ത്? പ്രോപ്പർ സബ്സെറ്റ്സ് എന്ന് വിളിക്കാം. അപ്പൊ അടുത്ത ചോദ്യം, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ ഈക്വൽ ടു, ഒരു എ എന്ന സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ എ എന്ന സെറ്റ് ഇവിടെ വന്നാൽ അത് എന്തല്ല? പ്രോപ്പർ സബ്സെറ്റ് അല്ല. അപ്പൊ അതിനെ മാത്രം തട്ടിക്കളഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം എന്താണ്? പ്രോപ്പർ സബ്സെറ്റുകളാണ്. സോ അതിന് എണ്ണം എന്താണ്? 2m-1 അല്ലേ? അവിടെ ഒന്ന് കുറച്ച്, ഇവിടെ ഒന്ന് കുറച്ച്. അവിടെ കുറച്ച് ഒന്ന് ആരെയാണ്? ഫൈനെ തട്ടിയത്. ഇവിടെ കുറച്ച് ഒന്ന് എന്താണ്? അത് നമ്മൾ ആ മൊത്തം സെറ്റിനെ, ആ ഫുൾ ആയിട്ടുള്ള സെറ്റിനെ തട്ടിയത്. ഇനി രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് പറഞ്ഞാലോ? നമ്പർ ഓഫ് നോൺ എംപ്റ്റി പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ നോൺ എംപ്റ്റി ആവണം, പ്രോപ്പർ ആവണം. അപ്പൊ എംപ്റ്റി ആവാൻ പറ്റില്ല, ഫൈനെ തട്ടണം. പ്രോപ്പർ എന്ന് പറഞ്ഞാലോ? എനെ തട്ടണം. അപ്പൊ രണ്ടാമത് തട്ടിയാലോ? 2m-2. ഇതാണ് എന്ത്? നോൺ എംപ്റ്റി പ്രോപ്പർ സബ്സെറ്റുകളുടെ എണ്ണം. ഇതിനകത്ത് ചോദിച്ചിട്ട് എൻട്രൻസിന് ക്വസ്റ്റ്യൻ വരല എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ സബ്സെറ്റ്സിന്റെ എണ്ണം തന്നിട്ട് സെറ്റിന്റെ എണ്ണം എത്രയെന്നാ ചോദ്യം ചോദിക്കുക. നേരെ തിരിച്ചാ ചോദിക്കുക. അപ്പൊ ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ അത് ഈക്വൽ ടു കൊടുത്തിട്ട് എം കണ്ടെടുത്താണ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ് ഓഫ് എ ഈക്വൽ ടു 1023 ആയാൽ എ എന്ന സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? അപ്പൊ നേരെ തിരിച്ചു ചോദിക്കുമ്പോൾ ഈ ഫോർമുല അറിയുന്ന ഒരു കുട്ടിക്ക് ഈക്വൽ ടു 1023 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ -1 അപ്പുറത്തോടെ +1 ഇട്ട് 1024 എന്ന് എഴുതിയാൽ ആ 1024 2^10 ആണെന്ന് അറിയുന്ന ഒരു കുട്ടിക്ക് 2m വാല്യൂ 210 ആണെന്നും m വാല്യൂ 10 ആണെന്നും കണ്ടെത്താൻ പണി ഉണ്ടാവൂല, എളുപ്പം കിട്ടും. ക്ലിയർ? സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. സോ ഫോർമുല മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സോ എൻട്രൻസിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ എക്സ്ട്രാ ഇതിന് ശേഷം പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇതൊക്കെ കണ്ട് പഠിച്ച് റെഡി ആയതിനു ശേഷം നിങ്ങൾക്ക് എൻട്രൻസിന്റെ വീഡിയോസും കാണാം. ക്ലിയർ? ഇനി ടൈപ്സ് ഓഫ് സെറ്റ്സിൽ ലാസ്റ്റ് വൺ യൂണിവേഴ്സൽ സെറ്റ്. എന്താണ് യൂണിവേഴ്സൽ സെറ്റ് സാർ? പേര് മാറിപ്പോരുത്. സൂപ്പർ സെറ്റും യൂണിവേഴ്സൽ സെറ്റിന്റെ പേര് രണ്ടും അങ്ങോട്ട് കൺഫ്യൂഷൻ ആയി പോകരുത്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ് അണ്ടർ ഡിസ്കഷൻ. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കുറെ സെറ്റുകൾ തന്നിട്ടുണ്ടാവും. ആ സെറ്റുകൾ എല്ലാവരുടെയും സൂപ്പർ സെറ്റ് ആയിട്ട് വലിയൊരു സെറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ആ സെറ്റാണ് എന്ത്? യൂണിവേഴ്സൽ സെറ്റ്. അത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നിങ്ങൾക്ക് യു എന്ന് തന്നെ തന്നിട്ടുണ്ടായിരിക്കും. അത് ഡിനോട്ട് ചെയ്യുന്നത് യു എന്നാണ്. യു ഈസ് ഈക്വൽ ടു സെറ്റ് ഫോർ 1 2 3 4 എക്സെട്ര അപ് ടു 10 എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് ക്വസ്റ്റ്യനകത്ത് ചോദിക്കും എ ഈക്വൽ ടു സെറ്റ് 1 2 3, പിന്നെ ബി ഈക്വൽ ടു സെറ്റ് 2 4 6, സി ഈക്വൽ ടു സെറ്റ് 1 3 7 9. അപ്പോൾ ഇങ്ങനെ 3 സെറ്റുകൾ തന്നു. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് എടുക്കുമ്പോൾ ഇതിന്റെ സൂപ്പർ സെറ്റ് ആണിത്. കാരണം ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ എലമെന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വലിയ സെറ്റാണിത്. ഇതിന്റെ എലമെന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വലിയ സെറ്റാണിത്. ഈ എലമെന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന വലിയ സെറ്റാണിത്. അപ്പോ ഈ എല്ലാവരുടെയും സൂപ്പർ സെറ്റാണ് ആര്? യു. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൽ ഏതൊക്കെ സബ്സെറ്റുകളാണോ ഉള്ളത് അവരുടെ എല്ലാവരുടെയും കൂടെ സൂപ്പർ സെറ്റ് ആയിട്ടുള്ള സെറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇതിനകത്ത് ഒരു 1 2 3 ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സൂപ്പർ സെറ്റ് ആണ്. ഇതൊരു സൂപ്പർ സെറ്റ് ആണ് ആരുടെ? എയുടെ. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും സൂപ്പർ സെറ്റ് ആണ് ആര്? യു. അങ്ങനെ എല്ലാവരുടെയും സൂപ്പർ സെറ്റ് ആയിട്ടുള്ള ആളെ വിളിക്കുന്ന പേരാണത് യൂണിവേഴ്സൽ സെറ്റ്. സോ മാറിപ്പോകരുത്. അതിന് നമ്മൾ ഒരു സ്കൂളില് 10th സ്റ്റാൻഡേർഡ് എ, 10th എ, 10th ബി, 10th സി അങ്ങനെ ഓരോ ക്ലാസ്സുകളിലെ സ്റ്റുഡൻസ് ആണ് ഓരോ സെറ്റുകളെങ്കിൽ ആ സ്കൂളിലുള്ള ഫുൾ കുട്ടികളുടെ കളക്ഷൻ എടുത്താൽ അതാണ് യൂണിവേഴ്സൽ സെറ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ, അതായത് അതിന് കമ്പയർ ചെയ്യാൻ പറ്റിയ അവരെല്ലാവരും കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വലിയ കളക്ഷൻ, അതാണത് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും? യൂണിവേഴ്സൽ സെറ്റ് മാറിക്കൊണ്ടിരിക്കും. സോ സപ്പോസ് ഇതിനകത്ത് ഒരു 11 ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെ എന്താവില്ല? സൂപ്പർ സെറ്റ് ആവില്ല. ഇവിടെ 11 വന്നാൽ അതിനേക്കാൾ ഒരു എലമെന്റ് ഇവിടെ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിന്റെ എന്താവില്ല? സൂപ്പർ സെറ്റ് അതാവില്ല. അപ്പൊ അതെന്താൻ പറ്റില്ല? യൂണിവേഴ്സൽ സെറ്റ് ആവാൻ പറ്റില്ല. സോ ഇവരെല്ലാവരും സബ്സെറ്റ് ആയിട്ട് വരുന്ന വലിയ സെറ്റ് അല്ലെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും ഒരു സൂപ്പർ സെറ്റ്, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ സെറ്റ്. റെഡി? ഈ വീഡിയോയിലെ അവസാനത്തെ ടോപ്പിക് ആണ് ഇന്റർവെൽസ് ആസ് എ സബ്സെറ്റ് ഓഫ് ആർ.
ആർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, സെറ്റ് ഓഫ് ഓൾ കളക്ഷൻ ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് ആണ് എല്ലാ തരത്തിലും നമ്മൾ നമ്പർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമ്പർ ലൈൻ നമുക്ക് എന്തൊക്കെ നമ്പേഴ്സ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം എന്താണ് റിയൽ നമ്പേഴ്സ് ആണ്. √2, √3, 1/2, ഫ്രാക്ഷൻസ്, ഡെസിമൽസ് എല്ലാ സാധനവും എന്താണ് റിയൽ നമ്പേഴ്സ് ആണ്. അതിന്റെ ഒരു പ്രത്യേക തരം സബ്സെറ്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണിന്റെയും ടൂവിന്റെയും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റത്തെ റിയൽ നമ്പർ ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? 1.1 ആണെന്ന് ഒരു കുട്ടി പറഞ്ഞാൽ ആ വേറൊരു കുട്ടിക്ക് പറയാൻ പറ്റും 1.1നേക്കാളും ചെറിയ 1ന്റെയും 1.1ന്റെയും ഇടയിൽ ഇഷ്ടം പോലെ നമ്പേഴ്സ് വേറെ ഉണ്ട്. 1.01, 1.02, 1.03 ഒരുപാട് നമ്പേഴ്സ്, അതിന്റെ ഇടയിൽ ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് 1ന്റെയും 5ന്റെയും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 2, 3, 4. 1ന്റെയും 5ന്റെയും ഇടയിലുള്ള നാച്ചുറൽ നമ്പേഴ്സ് പറയുമ്പോൾ ഏതൊക്കെയാ 2, 3, 4 എന്ന് എണ്ണി പറയാൻ പറ്റും. പക്ഷെ 1ന്റെയും 5ന്റെയും ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എണ്ണാനും പറ്റൂല. ഏതാണ് ആദ്യത്തെ ആള് എന്ന് പറയാൻ പറ്റൂല, ലാസ്റ്റത്തെ ആള് ആരും നമുക്ക് പറയാൻ പറ്റില്ല. ഏതൊക്കെ ഉണ്ട് അത് അതിനകത്ത് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നുവെച്ചാൽ എന്താണ് സെറ്റ് ആണ്. അപ്പോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, ഇന്റർവെൽസ്. എന്താണ് ഇന്റർവെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും രണ്ട് റിയൽ നമ്പേഴ്സ് നമുക്ക് എടുക്കുക. സച്ച് ദാറ്റ് എ ഇസ് ലെസ് ദാൻ ബി. അപ്പൊ നമ്മൾ നമ്പർ ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ലൈനിൽ ഫസ്റ്റ് എ, അതിനുശേഷം ആര് ബി. ഓക്കെ, എ ലെസ് ദാൻ ബി എന്ന് പറയുമ്പോൾ എ കഴിഞ്ഞതിന് ശേഷം അപ്പുറത്താണ് നമ്മൾ ആരെ മാർക്ക് ചെയ്യുക, ബി മാർക്ക് ചെയ്യുക. എന്താണ് നമ്പർ ലൈൻ? നമ്പർ ലൈൻ 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അതൊന്നും മാർക്ക് ചെയ്യൂല. വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. ഇനി അപ്പൊ എ കഴിഞ്ഞിട്ടാണ് ബി, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എയും ബിയും രണ്ട് റിയൽ നമ്പേഴ്സ് ആണ് എങ്കിൽ ഇതിന് വിളിക്കല് ഓപ്പൺ ഇന്റർവെൽ. എന്താ വിളിക്കുക? ഓപ്പൺ ഇന്റർവെൽ എ ബി. ഓപ്പൺ ഇന്റർവെൽ എ ബി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ഇസ് ലെസ് ദാൻ എക്സ് ഇസ് ലെസ് ദാൻ ബി. എന്തായാലും അർത്ഥം എന്റെയും ബിന്റെയും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും, എല്ലാ റിയൽ നമ്പേഴ്സും ആണ് ആര്, എക്സുകൾ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണിക്കാൻ പറ്റും എന്ത്, ഒരു നമ്പർ ലൈൻ. ആ നമ്പർ ലൈൻ ആരുണ്ട്, ഒരു എ എന്ന ഒരു നമ്പർ ഉണ്ട്, ബി എന്ന ഒരു നമ്പർ ഉണ്ട്. അപ്പൊ എന്റെയും ബിന്റെയും ഇടയിലുള്ള നമ്പറാണ്. ഇവിടെ ഈക്വൽ ടു ഉണ്ടെങ്കിൽ എനെയും കളിക്കാൻ കൂട്ടും, ഇവിടെ ഈക്വൽ ടു ഉണ്ടെങ്കിലോ ബിനെയും കളിക്കാൻ കൂട്ടും. ഇപ്പൊ തൽക്കാലം അവിടെ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് രണ്ടാളെയും കൂട്ടൂല. ആരെ കൂട്ടുള്ളൂ? അവർ ഇടയിലുള്ള ആൾക്കാരെ മാത്രമേ കൂട്ടുള്ളൂ. അങ്ങനെ ആ ഇടയിലുള്ള ആൾക്കാരെ മാത്രം കൂട്ടുന്ന സമയത്ത് എനും ബിയും തട്ടിക്കളയണം. അതുകൊണ്ട് എന്റെയും ബിന്റെയും അവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഹോൾസ് ആക്കി ഇടും. ഹോൾസ് ആക്കി വെച്ചാൽ പേപ്പർ തുറക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതാ എന്റെ ബിന്റെ ഇടയിലുള്ള ഒരു നമ്പർ എവിടെ ചൂസ് ചെയ്തു, ഇവിടെ ഒരാളെടുത്തു. ആ ആള് സപ്പോസ് ഇത് 1ഉം ഇതൊരു 2 ആണെങ്കിൽ ഇവിടെ 1.5 എടുത്തു. 1.5 എടുത്താൽ 1.5 എന്ന് പറയുന്ന സാധനം എക്സിന്റെ വാല്യൂ ആണ് ആവാം. എന്തുകൊണ്ടാണ്? ഇതിനാണ് ഇടയിലുള്ള നമ്പറാണ്. ഈ 1.75 1.25 എടുത്തു, അതും അതിന്റെ ഇടയിലാണ് കിടക്കുന്നത്. സോ അതും അതിന്റെ വാല്യൂ ആവാം. സോ ഇതിന് ഇടയിലുള്ള ഏത് നമ്പർ എടുത്താലും അത് എക്സിന്റെ വാല്യൂ ആവാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള ഈ പോർഷൻ ഒന്ന് കട്ടി കൂട്ടിയതാ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാം ദിസ് represent x. So this represent what? Open interval AB. So open interval AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is A മുതൽ B വരെയുള്ള എല്ലാ നമ്പേഴ്സും ആണ്, എക്സ്ക്ലൂഡിങ് A and B. A നും B നും കൂട്ടൂല, എക്സ്ക്ലൂഡിങ് A and B അതിന് ഇടയിൽ കിടക്കുന്ന നമ്പേഴ്സ് ആണ് എന്ത്, ഓപ്പൺ ഇന്റർവെൽ AB എന്ന് പറഞ്ഞാൽ. അതിന്റെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഏത് ഫോമാണിത്? സെറ്റ് ബിൽഡർ ഫോം. എന്തുകൊണ്ട് നമ്മൾ ഇത് റോസ്റ്റർ ഫോമിൽ എഴുതില്ല? റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറ്റില്ല, കാരണം നമ്പേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് കോമ്പൗണ്ട് എഴുതാൻ പറ്റുമോ? ഒരുപാട് ആൾക്കാരുണ്ട്, അവിടെ എല്ലാവരും കോമ്പൗണ്ട് എഴുതാൻ പറ്റൂല. സോ എന്തുകൊണ്ടാണ് സെറ്റ് ബിൽഡർ ഫോം ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുക. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ ഫോമിൽ നമ്മൾ ആൾക്കാരെ കൊണ്ടുവരാൻ കാരണം എന്താ, ഇത്തരം ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എണ്ണിപ്പെറുക്കി എഴുതാൻ പറ്റൂല. സോ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോപ്പർട്ടി വെച്ചുകൊണ്ടാണ് എഴുതുക. സോ ദാറ്റ് ഇസ് ദ യൂസേജ്. നൗ ക്ലോസ്ഡ്, ഇത് വായിക്കുന്നത് ദിസ് ഇസ് റീഡ് ആസ് ക്ലോസ്ഡ് ഇന്റർവെൽ. This is closed interval AB. So this is writing as set of all x such that A less than or equal to x less than or equal to B. That means x can be A, x can be B, x can be any number between A and B. അപ്പൊ A and B ഇടയിലുള്ള ഏത് നമ്പർ ആകുമ്പോഴേക്കും എയും ബിയും ഇൻക്ലൂഡിംഗ് ആണ്. സോ നമുക്കത് നമ്പർ ലൈനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ രണ്ട് തൊടടണമെന്ന് പറഞ്ഞു, ഏത് ഹോൾസ്.
അപ്പോൾ ആ ഹോൾസിന്റെ സ്ഥാനത്ത് നമുക്ക് അവിടെ ജസ്റ്റ് ഹോൾ അല്ല, അവിടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തി വരച്ചുകൊണ്ട് എളുപ്പമാക്കി വെക്കാം കേട്ടോ. അത് മാത്രമാണോ? അല്ല, അതിന് ഇടയിലുള്ള ആൾക്കാരെല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണം. സോ അതിന് ഇടയിലുള്ള ആൾക്കാരെ മൊത്തം ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക, കട്ടി കൂട്ടി കൊടുക്കുക. Okay, this is closed interval AB and it is including A and B. What about these guys? Another മനസ്സിലാക്കാം. ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ നിന്നാണ് ഓപ്പൺ ആണ്. ഇത് പറയാം സെമി ഓപ്പൺ ആൻഡ് സെമി ക്ലോസ്ഡ് AB. This is semi closed semi open interval AB. ഇവിടെ A നെ ഇൻക്ലൂഡിംഗ് അല്ല, എക്സ്ക്ലൂഡിംഗ് ആണ്. B നെ ഇൻക്ലൂഡിംഗ് ആണ്. ഇവിടെ A ഇൻക്ലൂഡിംഗ്, ഇവിടെ നിന്നാണ് B എക്സ്ക്ലൂഡിംഗ് ആണ്. സോ ഞാൻ ബാക്കി ജസ്റ്റ് ഒന്ന് എഴുതി പോകുന്നു. എന്താണെന്ന് വിളിക്കാം? This is semi open. Semi open semi closed, and this is semi closed semi open. Semi open semi closed. Here it is semi closed semi open. ഇത് നമുക്ക് എഴുതാം set of all x such that a less than x less than or equal to b, and ഇതിനെ നമുക്ക് എഴുതി കൊടുക്കാം x such that a less than or equal to x less than b. ശ്രദ്ധിക്കുക, ഇവിടെ a ഇൻക്ലൂഡിംഗ് ആണ്. സോ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് കണ്ടാൽ അത് ഇൻക്ലൂഡിംഗ് ആണ്, ഓപ്പൺ ആയിട്ട്. അതായത് ഇതാണ് ഈ ഒരു ബ്രാക്കറ്റ് ആണ് കണ്ടതെങ്കിൽ അവിടെ തന്നെ എക്സ്ക്ലൂഡിംഗ് ആണ് ആ ഒരു പോർഷൻ. അപ്പോൾ നമുക്ക് അതിന് ഇന്റർവെൽ ആയിട്ട് നമ്മൾ ഇവിടെ എങ്ങനെ കാണിക്കാം? നമ്പർ ലൈനകത്ത് കാണിക്കുന്ന സമയത്ത് എ എക്സ്ക്ലൂഡിംഗ് ആണ്. അപ്പൊ എന്റെ അടുത്തോളം ഹോൾ ഇവിടെ നിന്നാണ് കട്ടി കൂട്ടുക. ഓക്കെ, പിന്നെന്താണ് അതിന്റെ ഇടയിലുള്ള പോർഷൻ? സോ ദിസ് ഈസ് ദാറ്റ്. കട്ടി കൂട്ടാൻ വേണ്ടി ഞാൻ കുത്തി അരച്ചേക്കുന്നുണ്ട്. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ. അതിന് നമുക്ക് ഈ ബി എക്സ്ക്ലൂഡിംഗ് ആണ്, എ ഇൻക്ലൂഡിംഗ് ആണ്. സോ ഇവിടെ കുത്തി വരച്ചേക്കുക. പിന്നെ എവിടെയോ ഹോൾ, ഇനി ഇടയിലുള്ള പോർഷൻ. ക്ലിയർ? സോ ദിസ് ഇസ് എക്സ് എക്സ് എക്സ്. സോ ദിസ് ഇന്റർവൽ ഈസ് closed interval AB. This interval is semi open semi closed AB. This is semi closed semi open AB. ഇനി ലാസ്റ്റ് ഇതിനകത്ത് അവസാനമായിട്ട് പറയാനുള്ളത് ഒരു ഇന്റർവെല്ലിന്റെ ലെങ്ത് എന്താണ്. അതായത് എ മുതൽ ബി വരെയുള്ള ഒരു ഇന്റർവെല്ലിനെ ചൂസ് ചെയ്യുമ്പോൾ അത് പല രീതിയിലാണ് വരാം. എങ്ങനെയൊക്കെ വരാം? ഇവിടെ ഓപ്പൺ ആയിട്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് വരാം, ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് വരാം, ഇവിടെ ഓപ്പൺ അവിടെ ക്ലോസ്ഡ്, ഇവിടെ ക്ലോസ്ഡ് ഇവിടെ ഓപ്പൺ. അതായത് 4 പോസിബിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഈ 4 കേസുകളിലും ഒരു ഇന്റർവെല്ലിൽ എടുക്കുന്ന സമയത്ത് ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ്. സോ ഇതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇത് മുതൽ ഇതുവരെ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് എയും ബിയും ഇൻക്ലൂഡിംഗ് ആണോ എക്സ്ക്ലൂഡിംഗ് ആണോ എന്ന് നോക്കണ്ട. ആ ബിയിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. ഡിയിൽ നിന്ന് എ കുറച്ചെന്താ? ബി മൈനസ് എ. അതാണെന്ത് ഒരു ഇന്റർവെല്ലിന്റെ ലെങ്ത് എന്ന് പറഞ്ഞത്. സോ ലെങ്ത് ഓഫ് ദി ഇന്റർവെൽ എ ബി ആയിക്കോട്ടെ, ക്ലോസ്ഡ് എ ബി ആയിക്കോട്ടെ, ഓപ്പൺ എ ക്ലോസ്ഡ് ബി ആയിക്കോട്ടെ, ക്ലോസ്ഡ് എ ഓപ്പൺ ബി ആയിക്കോട്ടെ, എല്ലാത്തിന്റെ കേസിലും ഇതിന്റെ ഒക്കെ ഈ ഇന്റർവെൽസിന്റെ എല്ലാം ലെങ്ത് എന്താണ്? ദാറ്റ് ഈസ് ബി മൈനസ് എ. അതായത് ഹയസ്റ്റ് വാല്യൂന്ന് ലോവസ്റ്റ് വാല്യൂ ചെയ്യുക, മൈനസ് ചെയ്യുക. ക്ലിയർ? സോ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്സ്. സോ നമ്മുടെ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്നും കൂടി തറവായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ള കുറേ പ്രോബ്ലംസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട്, അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള കുറച്ച് പ്രോബ്ലംസ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ശേഷം ടെക്സ്റ്റ് ബുക്ക് നിങ്ങളൊന്ന് റീഡ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ NCERT ബുക്സിനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ ചാപ്റ്റർ. എനിവേ, നിങ്ങൾ അതൊന്ന് നോക്കുക, റീഡ് ചെയ്ത് നോക്കുക. ശേഷം അതിനകത്ത് കാണുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിനകത്ത് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്ത് തയ്യാറാക്കിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുന്ന രീതിയിൽ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഇത്രയും പറഞ്ഞതിന്റെ ബേസ് വെച്ചുകൊണ്ട് ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെറ്റ്സ് 2 സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഓപ്പറേഷൻസ് നമ്മൾ സമ്മേഷൻ, അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ പഠിച്ചതാണ്. അതുപോലെ ഇതിനകത്ത് കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, യൂണിയൻ ഇന്റർസെക്ഷൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സെറ്റിനെ കുറിച്ചുള്ള എല്ലാ ഐഡിയാസും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സൂപ്പർ സെറ്റും അങ്ങനെയുള്ള ഒരു സെറ്റുകളുടെ ഒരു പേരുകളുണ്ടല്ലോ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളൂ. ഈ വീഡിയോ
നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണുക. ഫാസ്റ്റ് കൂടുതലാണ്, സ്പീഡ് ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്പീഡ് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് വീഡിയോ കാണാവുന്നതാണ്. ഇനി വളരെ പതുക്കായി പോയി എന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ടും കാണാൻ പറ്റും. സോ എനിവേ, വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോട് കൂടെ കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഇനി നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. സോ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.